മലയാള സർവകലാശാലയിലെ സാധ്യത 2025 ഈ ഒരു സെക്ഷനിൽ പ്രധാന അതിഥികളായി എത്തിയിട്ടുള്ളത് പ്രശസ്ത സൈദ്ധാന്തികരും വിമർശകരുമായിട്ടുള്ള സണ്ണി എം കവിക്കാരും കെ ബാബുരാജ് മാഷുമാണ്. ഈ ഒരു വേദിയിലേക്ക് ആദരപൂർവ്വം രണ്ടുപേരെയും സ്വാഗതം ചെയ്യുകയാണ്. രണ്ടുപേരുടെയും വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. മലയാളികളുടെ ജാതി ജീവിതം വിളിച്ചു പറയുന്നത് എന്ന വിഷയത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. അംബേദ്കർ പറയുന്ന ഒരു കൺസെപ്റ്റിലുണ്ട്, ജാതി എന്ന് പറയുന്നത് ഒരു അടഞ്ഞ വ്യവസ്ഥയാണ്, ഒരു ക്ലോസഡ് സൊസൈറ്റി. അത്തരത്തിൽ ഒരു കൊറിയാക്കി സിസ്റ്റം പിന്തുടർന്നു പോരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിലൂടെയാണ് മലയാളിയുടെ ജാതിബോധം നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സമ്മർദ്ദമായി ജാതി നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ മനസ്സിലാക്കുവാനും അതിനെ വേണ്ട രീതിയിൽ പഠിക്കുവാനും വിമർശിക്കുവാനും തക്കതായിട്ടുള്ള ചരിത്രകാരന്മാർ ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന ഒരു വിമർശനത്തോടുകൂടി തന്നെയാണ് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഈ അടുത്ത കാലത്താണ് സനൽ മോഹൻ മാഷും അതുപോലെ തന്നെ പോലുള്ള ചരിത്രകാരന്മാർ ഈ പറയുന്ന രീതിയിൽ അടിമ ചരിത്രത്തെ പോലും ഈ പറയുന്ന ജാതി എന്ന് പറയുന്ന സമ്മർദ്ദത്തെ പോലും കണ്ടെടുക്കുന്നത്. ജാതി എന്ന് പറയുന്ന ഒരു സമ്മർദ്ദത്തെ അല്ലെങ്കിൽ കാസ്റ്റിനെ അഡ്രസ് ചെയ്യുന്നതോടുകൂടി ആ വ്യക്തിയെ ഒരു ലേബലായി, ഒരു ജാതിവാദിയായി ചിത്രീകരിക്കുന്ന ഒരു പൊതു പ്രവണത മലയാളിയുടെ ജാതി ബോധത്തിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ജാതീയമായിട്ടുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് പാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുമാറിയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് നമുക്ക് കൂടെ ഇന്ന് ഈ ഒരു മേഖലയിൽ ഇന്ന് സംസാരിക്കാനുള്ളത്. അതിന്റെ വിമർശനം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഈ മാർക്സ് കോൺസെപ്റ്റ് അനുസരിച്ച് വർഗം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വർഗത്തെ അഡ്രസ് ചെയ്യുന്നതോടൊപ്പം തന്നെ വർഗം എന്ന് പറയുന്ന ഒരു സമ്മർദ്ദത്തെ നിരന്തരം ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന കേരള അന്തരീക്ഷത്തിൽ ജാതിയെ പ്ലേസ് ചെയ്യുന്നത്, ജാതി മനസ്സിലാക്കിയിരുന്ന ഒരു പ്രവണത ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ ഒരു സങ്കല്പപരമായിട്ടുള്ള ഒരു ചോദ്യം എന്നുണ്ടെങ്കിൽ ജാതി ഒരു അടിയന്തര പ്രശ്നമാണോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. ജാതി എന്നത് ഒരു അടിയന്തര പ്രശ്നമാണോ, നീട്ടിവെക്കാവുന്ന പ്രശ്നമാണോ എന്നതൊരു വ്യാജ്യമായ ചോദ്യമാണ്. ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലക്ക് കേരളത്തിലെ മനുഷ്യരെ രൂപപ്പെടുത്തുന്ന നിർണായകമായ ഒരു സാമൂഹിക ശക്തി എന്ന നിലക്കും ഒരു ധാർമ്മിക വ്യവസ്ഥ എന്ന നിലക്കും ആണ് കാസ്റ്റിനെ, ജാതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ മലയാളി എന്ന് പറയുന്ന മനുഷ്യജീവിയുടെ ആന്തരിക സത്തയെ നമുക്ക് മനസ്സിലാക്കുവാനും അവരുടെ ഇടപാടുകളെ സാമൂഹികമായി നിർണയിച്ചെടുക്കാനും. പലപ്പോഴും മലയാളികളുടെ ഒരു പൊതു സ്വഭാവം കാര്യങ്ങൾ കണ്ട് അത്ഭുതപ്പെടുന്നത് പോലെ പെരുമാറുക എന്നതാണ്. കേരളത്തിൽ ഇങ്ങനെയും സംഭവിച്ചു, കേരളത്തിൽ മറ്റെന്തോ സംഭവിക്കാനിരിക്കുകയായിരുന്നു, ഇങ്ങനെ സംഭവിച്ചു പോയോ, ഒരു വീഴ്ച സംഭവിച്ചു പോയോ. ഇത് അക്ഷരാർത്ഥത്തിൽ മലയാളിയെ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മളുടെ ചരിത്രധാരണകൾക്ക്, നമ്മുടെ ദാർശനിക ധാരണകൾക്ക്, നമ്മുടെ സാമൂഹിക വിശകലന സമ്പ്രദായങ്ങൾക്ക് കാസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതൊരു വീഴ്ചയായി നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നീട്ടിവെക്കാൻ നിവൃത്തിയില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ തുറന്ന് ചർച്ച ചെയ്യണം. ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു, കേരളത്തിൽ എല്ലാവരും ജാതി എനിക്ക് നിർബന്ധമായിട്ടും വേണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് നടക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ജാതിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള പഴുതുകൾ മലയാളികളുടെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക, വ്യക്തി
ജീവിതത്തിൽ തുലവും കുറവാണ് എന്നതാണ് നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നം. അതിൻ്റെ ഒരു കാരണം നമ്മളുടെ സ്വത്വത്തെ, മലയാളി സ്വത്വത്തെ നിരന്തരം പുനരുത്പാദിപ്പിക്കുന്ന വൈജ്ഞാനിക മണ്ഡലം ഈ വിഷയത്തെ, കാസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തെ സമഗ്രമായി മനസ്സിലാക്കുന്നത് ബോധപൂർവമോ അബോധപൂർവമായ പരാജയപ്പെട്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഒരു 40 വർഷം എങ്കിലുമായി കാണും കേരളത്തിൽ കാസ്റ്റ് വളരെ സജീവമായി ചർച്ചയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പുതിയ വിജ്ഞാന ശാഖ തുറന്നിട്ടൊരു 40-45 വർഷമെങ്കിലുമായിട്ടുണ്ട്. അപ്പൊ ആ വിജ്ഞാന ശാഖയെ പോലും, അതായത് കാസ്റ്റ് എന്ന് പറയുന്ന സംഗതിയെ ഒരു വൈജ്ഞാനിക പ്രശ്നമായി, സാമൂഹിക സ്ഥാപനത്തിന്റെ പ്രശ്നമായി വിശദീകരിക്കാൻ ശ്രമിച്ച വൈജ്ഞാനിക ശാഖയെ ജാതി സാഹിത്യമെന്നോ ജാതി രചനകളെന്നോ മുദ്രകുത്തി പൊതുവിൽ നിന്നും മാറ്റി നിർത്തുക എന്ന ഒരു മെക്കാനിസമാണ് കേരളത്തിൽ നടന്നത്. അങ്ങനെയാണ് ജാതിയെക്കുറിച്ച് പറയുന്നവരെല്ലാം ജാതിവാദികൾ, ജാതിയെക്കുറിച്ച് മിണ്ടാത്തവരെല്ലാം ജാതിയില്ലാത്തവരുമാണെന്ന ഒരു മിഥ്യാബോധം മലയാളികൾ. 2, ഈ വേദി തന്നെ ജാതിയെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ കെ ബാബുരാജുമാണ് സന്നിഹിതരായി. ഇവിടെ വേറെ ആർക്കും ഇതൊന്നും ചർച്ച ചെയ്യില്ല. നിങ്ങളെല്ലാം ഇത് പഠിച്ചവരാണ്. 2 കാര്യങ്ങൾ ചർച്ച ചെയ്യാനില്ല. ഒന്നുകിൽ ബാക്കിയുള്ളവരെല്ലാം ഇത് പഠിച്ച് എല്ലാം മനസ്സിലാക്കിയതാണ്. ഞങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സംവാദത്തിൽ ഏർപ്പെടുന്നത്. അതൊന്നും ഇല്ലാതില്ല, അവർക്കില്ലാതില്ല. പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. കാസ്റ്റ് ചർച്ച എന്നത് കാസ്റ്റിന്റെ ഹൈറാർക്കി പോലെ തന്നെ ജാതി ചർച്ച എന്നത് പൊതു ചർച്ചയ്ക്ക് വെളിയിൽ ഇടമുള്ളൊരു കാര്യമായിട്ട് നമ്മളെടുത്ത് നമ്മുടെ സെൽഫിനെ രൂപപ്പെടുത്തുന്ന ഒരു സാമൂഹ്യ ശക്തിയായി കാസ്റ്റിനെ നമ്മൾ മനസ്സിലാക്കി. കാസ്റ്റിനെ ഒരു പെരുമാറ്റ ദോഷമായിട്ട് മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നു. മറിച്ച് നമ്മൾ ആന്തരവൽക്കരിച്ച ഒരു ഫോഴ്സായി, മലയാളി ആന്തരവൽക്കരിച്ച ഒരു ജ്ഞാനബോധമായി, മലയാളി ആന്തരവൽക്കരിച്ച ഒരു സാംസ്കാരിക ബോധമായി, ആന്തരവൽക്കരിച്ച ഒരു ധാർമ്മികതയായി നമ്മൾ കാസ്റ്റിന് മനസ്സിലാക്കും. ഇത് യഥാർത്ഥത്തിൽ മലയാളിക്ക് ഇത് സംഭവിക്കാൻ കാരണം മലയാളിയുടെ സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളിലെ പ്രധാനപ്പെട്ട 2 മാതൃകകൾ. ഒന്ന്, അത് ഘടനാവാദത്തിലാണ് നിൽക്കുന്നത്. ഈ ഘടനാവാദത്തിൻ്റെ ഒരു പ്രശ്നം അത് സ്ട്രക്ചറിനെ മാത്രമേ കാണുന്നുള്ളൂ. പെർഫോമൻസ് റൈറ്റുള്ള സബ്ജക്റ്റ് അതിനകത്ത് ബാധകമാണ്. ഘടനയിൽ മാറ്റം വരുത്തുക എന്നുള്ളത്. അവിടെ പെർഫോമൻസ് റൈറ്റുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്രധാനമാണ്. ഞാനായാലും മറ്റൊരാളായാലും ഒക്കെ തുല്യം, ഘടനയാണ് പ്രധാനം എന്ന് വിചാരിക്കുന്ന വാദഗതികൾക്കും ചിന്താശീലങ്ങൾക്കുമാണ് മലയാളി എപ്പോഴും മലയാളി സമൂഹത്തിൽ മുൻകൈ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ സബ്ജക്റ്റിവിറ്റിയെ സംബന്ധിച്ച ഗാഢമായ പഠനങ്ങൾ മലയാളത്തിൽ തുലവും കുറവാണ്. കാസ്റ്റബിളനായ ഒരു സൊസൈറ്റിക്കകത്ത് ഈ സബ്ജക്റ്റിവിറ്റിയെയും സ്ട്രക്ചറിനെയും പരസ്പരാശ്രിതമായി മനസ്സിലാക്കുന്ന ഒരു അപ്രോച്ച് സ്വീകരിക്കാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് പുതിയ പുതിയ മേലങ്കികളാണ് കാസ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടവരായി സ്വയം പ്രത്യക്ഷപ്പെടാൻ. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് കാസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തെ നമുക്ക് വെളിയിലുള്ള ഒരു സാമൂഹിക നിയന്ത്രണ സംവിധാനമായി, ഒരു ധാർമ്മിക വ്യവസ്ഥയായി നമ്മൾ ഈ വിലയിരുത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പരിമിതിയായിട്ട്. അതുകൊണ്ടാണ് ജാതിയെക്കുറിച്ച് പറയുന്നവർ ജാതിവാദികളായ ആണെന്ന് നമുക്ക് തോന്നുന്നു. കേരളത്തിൻ്റെ നിശ്ചല തടാകം പോലെ നിൽക്കണമെന്ന് സമൂഹം ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളിൽ നിന്നും സാമൂഹ്യ ശാസ്ത്ര വിശകലനങ്ങളോ സാഹിത്യ രചനകളോ കലാപ്രവർത്തനങ്ങളോ പുറത്തേക്ക് വരുമ്പോൾ ഇതൊന്നും അപരിചിതമായ കാര്യമായിട്ടാണ് അദ്ദേഹം. അതെങ്ങനെ അപരിചിതമാകുമെന്ന് എനിക്ക് തീരെ ആലോചിച്ച് മനസ്സിലാക്കും.
ഇവർ മുന്നോട്ട് വെക്കുന്ന ഭാഷണങ്ങളെ സ്വീകരിക്കുക, അവർ മുന്നോട്ട് വെക്കുന്ന സൗന്ദര്യ ബോധത്തെ, സൗന്ദര്യ ശാസ്ത്രത്തെ സ്വീകരിക്കുക നമുക്ക് കഴിയാതിരിക്കുകയും അതിനെ ഒരു പ്രത്യേക വിഭാഗമായി മാത്രം സൈഡിലൈൻ ചെയ്യുന്ന, പൊതുവിൽ ഉൾപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്നത്. പൊതു എന്നതാണ് കേരളത്തിലെ ജാതി എന്നത് പൊതു എന്ന സങ്കല്പത്തിനകത്തുള്ള ജീവിതമാണ്. യഥാർത്ഥ ജാതിയാണ് ഹരികി ജീവിതങ്ങളല്ല, നമ്മൾ തെറ്റിദ്ധരിക്കുന്ന യഥാർത്ഥ മലയാളിയുടെ സാംസ്കാരിക ജീവിതം, ചരിത്രബോധം ഇവിടെ സൂചിപ്പിച്ചു. ചരിത്രബോധം അതൊക്കെ ഇതെല്ലാം കാസ്റ്റുമായി നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് അനലൈസ് ചെയ്യാനുള്ള ഒരു ധൈര്യക്കുറവ്, ഇന്റലക്ച്വലായ ഒരു ധൈര്യക്കുറവ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇത് വർഗ വിശകലനം പോലെയുള്ളൊരു സംഗതി പോലും കാസ്റ്റിന് മൂടി വെക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വർഗങ്ങൾ സമൂഹത്തിലുണ്ട്. വർഗ വിശകലന സമ്പ്രദായ വിശകലനം തെറ്റാണെന്നോ അത് വേറെ കാര്യം. വർഗം ഒരു റിയാലിറ്റിയാണ്, ഉള്ളതാണ്. പക്ഷെ അതുപോലും കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് കാസ്റ്റ് കോംപ്ലക്സിറ്റിയെ മറച്ചു വെക്കാൻ. അത് നമ്മളുടെ തന്നെ ഇന്റലക്ച്വൽ ലൈഫിൽ ഒരു പ്രശ്നമായിട്ട്, മലയാളിയുടെ ഇന്റലക്ച്വൽ ലൈഫിൽ ഒരു പ്രശ്നമായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കും. ഈ കാസ്റ്റ് എന്നത് കീഴ്ത്തത്തിന്റെ പ്രശ്നമേ അല്ല, അതുപോലെ തെറ്റിദ്ധരിക്കുന്ന കാസ്റ്റ് എന്നത് എല്ലാവർക്കും ബാധകമായിട്ട് അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യാത്തതുകൊണ്ട് മാത്രമേ ഈ വിഷയം നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാനും മനസ്സിലാക്കുവാനും നമുക്ക് സ്വയം മാറി ചെയ്യുവാനും സമൂഹത്തെ മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും സന്മാഷി പറഞ്ഞ പോലെ ദളിത് അറിവുകളെ ഒരിക്കലും അറിവായി പരിഗണിക്കാതെ, അത് ഇപ്പം മുതലേ സി കെ ജാനു ഇവിടെ വന്ന സമയത്ത് കൊളുക്കനെ കുറിച്ച് പറഞ്ഞ സന്ദർഭമുണ്ട്. കൊളുക്കൻ എഴുതിയ സമയത്ത് എന്നോട് പല തവണ ആവർത്തിച്ച് അതിൻ്റെ പ്രസിദ്ധീകരണം വന്ന സമയത്ത് എല്ലാവരും ചോദിക്കുകയാണ്, ഇത് നിങ്ങൾ എഴുതിയത് തന്നെയാണോ എന്ന് നിരന്തരം ചോദിക്കുന്നു. അതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ നിങ്ങൾ അയച്ചു തരുമോ എന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ദളിത് അറിവുകളെ അറിവായി പരിഗണിക്കാത്തത്? അതായത് അവർ നിരന്തരം ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെ എഴുതാണോ അതോ നിങ്ങൾ വേറെ ആളെക്കൊണ്ട് എഴുതിച്ചതാണോ? അത്തരത്തിലൊരു സംഭവമാണ് മലയാളിയുടെ ബോധം എപ്പോഴും ജാതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാഹിത്യവുമായി റിലേറ്റഡ് ആവുന്ന ഒരു ചോദ്യം മറ്റൊരു ചോദ്യം ഇഷ്ടപ്പെടുകയാണ്. മലയാള സാഹിത്യത്തെ ഒരു ബഹുവ്യവസ്ഥ അല്ലെങ്കിൽ ജ്ഞാനവ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ കീഴാള സാഹിത്യത്തിന്റെ പങ്ക് എത്രമാത്രമാണ് എന്നതിനെ കുറിച്ച് മനുഷ്യർ പറയാൻ കഴിയും. മലയാള സാഹിത്യത്തില് ദളിത് സാഹിത്യത്തെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു വർഗീകരണ വ്യവസ്ഥ വേണോ എന്നൊക്കെയുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഇതിലൊപ്പം തന്നെ സ്ത്രീകളുടെ സാഹിത്യം, അതേപോലെ പ്രതിവാദ സാഹിത്യം, അങ്ങനെ പലതരത്തിലുള്ള ആദിവാസി സാഹിത്യത്തിലുള്ള പലതരത്തിലുള്ള വർഗീകരണങ്ങൾ വ്യവസ്ഥ വേണോ, അത് ചെയ്യുന്നത് തന്നെ സാഹിത്യത്തിൻ്റെ ഒരു ഏകദാന സമഗ്രതയ്ക്ക് കുഴപ്പമല്ലേ എന്നുള്ള വളരെ ഹീറ്റഡായ ചോദ്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഉത്തരങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പലരെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് സാഹിത്യം എപ്പോഴും ഒരു ആത്മാനുഭൂതിയുടെ മണ്ഡലത്തിൽ കാണുന്നതാണ്. അതായത് വ്യക്തിയുടെ ഒരു ആസ്വാദന ബോധത്തിൽ നിന്നുകൊണ്ട് കലയിലും സാഹിത്യത്തിലും അന്തർഗതമായിരിക്കുന്ന മഹത്തായ ആശയം, മഹത്തായ സൗന്ദര്യ അനുഭൂതികളെ വായിച്ചെടുക്കാനും ആസ്വദിക്കാനുമുള്ളതാണ് സാഹിത്യം. അങ്ങനെ രസാനുഭൂതി, ഇന്ത്യൻ ഭാരതീയ രസാനുഭൂതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സാഹിത്യ ദർശനങ്ങൾ നിലനിൽക്കുന്നത്. നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കപ്പെടുന്നതൊക്കെ അനുഭൂതി എന്ന് പറയുന്നത് ഒരു സാർവലൗകിക മനുഷ്യാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഒരു സാർവത്രികതയായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സമൂഹത്തിനകത്തെ വിഭജനങ്ങളായിട്ട് ദളിതരും സാഹിത്യത്തെ രാഷ്ട്രീയവും സ്ത്രീകൾ പറയുകയൊക്കെ ചെയ്യാതെ സമഗ്രതയായി വന്നു അതിൻ്റെ മഹത്വത്തെ ഇടിച്ചു കളയുന്ന ഒരു സങ്കല്പമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് അതിലേക്ക് ജാതിയൊക്കെ വരുവാണെങ്കിൽ പ്രത്യേകിച്ച് അത് വളരെ കുഴപ്പം പിടിച്ചത് ആയിരിക്കും എന്നുള്ളൊരു വീക്ഷണം ഉണ്ടായിരുന്നു. എങ്കിലും മലയാള സാഹിത്യത്തിന്റെ വിമർശന രംഗത്ത് ജാതിയെപ്പറ്റി വളരെ വിശദമായിട്ടൊരു വിമർശനം രൂപപ്പെടുന്നത് ഞാൻ ഈ ആധുനിക കാലത്ത് വെച്ചാണ് പറയുന്നത്.
നമുക്കറിയാവുന്ന ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ കേരളത്തെ ഒരു കാലഘട്ടത്തിലുണ്ടായ പുരോഗമന സമൂഹമായിട്ട് നമ്മൾ മാറപ്പെടുന്ന ഒരു സമൂഹമുണ്ടല്ലോ. പഴയ 60, 50, 40കളൊക്കെയാണ് നമ്മൾ പുരോഗമന സമൂഹത്തിലേക്ക് മാറുന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയപ്പെട്ട 1947 എനിക്ക് തോന്നുന്നത് ചെമ്മീൻ ഇറങ്ങുന്നത്. ചെമ്മീൻ എന്ന് പറഞ്ഞ നോവൽ ഇറങ്ങിയപ്പോൾ തന്നെ അത് വളരെയധികം പ്രശസ്തമായി. കാരണം തകഴിയുടെ പ്രത്യേകത തന്നെ അദ്ദേഹം കീഴാള ജീവിതങ്ങളെ, സബാറ്റൻ ടൈപ്പുകളെ, തോക്കിയുടെ മകനും അല്ലെങ്കിൽ തോക്കിയുടെ മറ്റേ ഗണ്ടനെയുള്ള കൃതിയിലൂടെയും പുഴയുടെയും പറയുടെയും അതുപോലുള്ള ജലവിഭാഗങ്ങളെ, കർഷക തൊഴിലാളികൾ എന്നൊക്കെ പറയുന്ന ജലവിഭാഗങ്ങളുടെ ജീവിതത്തിലേക്ക് അവരെ പുതിയ രീതിയിൽ വായിക്കുകയും ചരിത്രത്തിൽ ഉണ്ടാകാത്തവരെ അല്ലെങ്കിൽ പണ്ട് ദേവന്മാരുടെയും രാജാക്കന്മാരുടെയും കഥകളൊക്കെയാണെങ്കിൽ മനുഷ്യരുടെ ഏറ്റവും അടുത്തിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തെ കൊണ്ടുവന്ന് നോക്കൂല എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കപ്പെടുക ചെയ്യുന്ന സമയത്ത് ഈ ചെമ്മീൻ ഇറങ്ങിയ സമയത്ത് അത് പിന്നെ നമുക്കറിയാവുന്ന പോലെ സിനിമയായി. ആ സിനിമയ്ക്ക് വളരെ അന്തർദേശീയ പ്രസക്തി കിട്ടി. ആദ്യമായിട്ട് കേരളത്തിൽ നിന്നൊരു ദേശീയ അവാർഡ് കിട്ടിയ സിനിമയൊക്കെയായിരുന്നു. അങ്ങനെ കേരളത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള കൃതികളിലൊന്നായ ചെമ്മീനെ പറ്റി ഒരു വായന വേലുക്കുട്ടിയായെന്ന് പറയുന്ന അരിയ സമുദായത്തിൽ ഒരു സാമൂഹിക പരിഷ്കർത്താവും ഒരു വലിയ ശ്രവണകാരിയൊക്കെയായിരുന്നു. അദ്ദേഹം അന്ന് തന്നെ ഒരു വിമർശനം, ഈ ഒന്ന് അരിയർക്കടയിൽ ഒരു ചാരിത്ര സംബന്ധമായ ഒരു മിത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ചെമ്മീൻ്റെ കഥ ഏതാണല്ലോ. ഭാര്യ സ്ത്രീ പിഴച്ചു പോയ അരിയൻ, കടലിൽ പോകുന്ന അരിയൻ കൊലയപ്പോൾ മരിക്കപ്പെടുന്നു, അയാളെ വിധി കൊണ്ടുപോകുന്നു ഒക്കെയുള്ള ഒരു കഥയുടെ അകത്ത്, ഒരു മിത്തിനകത്ത് സംയോജിക്കപ്പെട്ട ആ മിത്ത് തന്നെ ഈ ഇവിടെയുള്ള ചാരിത്ര സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ത്രീകളുടെ ചാരിത്രം സംരക്ഷിക്കണം, അല്ലെ ചാരിത്രം പൗത്രമായിരിക്കണം എന്ന് പറയുന്ന വളരെ ബ്രാഹ്മണികളായ ഒരു കൺസെപ്റ്റിനകത്ത് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മിത്ത് ആ ജനതയ്ക്കകത്ത്. ആ ജനതയെ ഒരുതരം കൽപ്പനികവൽക്കരിക്കുക മാത്രം ഒരു കൽപ്പനാ വസ്തുവാക്കി മാറ്റുകയാണെന്ന് പറഞ്ഞത് അതിരൂക്ഷമായ ഒരു വിമർശനം വേലുക്കുട്ടി അരിയ നടത്തിയിരുന്നു. അന്ന് അതൊന്നും അത്ര പ്രസക്തമായിരുന്നില്ല, ആയില്ല. അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ പലതരത്തിലുള്ള പഠനങ്ങൾ ഉയർന്നു വന്നപ്പോൾ അത് കൃതി ചർച്ച ചെയ്യും. അതായത് വേലുക്കുട്ടി അരയൻ്റെ വിമർശനവും കൂടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഇതിന് സമം പോലെ തന്നെ ചില കേരളത്തിലെ പ്രധാനപ്പെട്ട ചില കൃതികളുടെ വേറൊരു പ്രധാനപ്പെട്ട കൃതിയാണ് തകഴിയുടെ തന്നെ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന. അതിനെപ്പറ്റി പറയുന്നതിലൂടെ മലയാളത്തിൽ എഴുതപ്പെട്ട 10 ഇതേവരെയുള്ള ചരിത്രത്തിൽ എഴുതപ്പെട്ട 10 കഥകളിലെ ഒരു കഥയാണ്. അത്രയും പ്രധാനമായ കഥയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ സമഗ്രത കൊണ്ടും അതിൻ്റെ സൗന്ദര്യാനുഭവം കൊണ്ടും വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ വളരെ പ്രസക്തമാണ്, വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കഥയാണ്. ഈ കഥയ്ക്ക് പറ്റി അതിൻ്റെ ഒരു പ്രതിദാനരാണ്. അതെന്തുവരെ പ്രതിദാനം ചെയ്യുന്നു? വെള്ളപ്പൊക്കത്തിൽ വേണ്ടി നമുക്കറിയാവുന്ന പോലെ ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞ് കുട്ടനാടൻ പ്രദേശത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഒരു ചാമൻ എന്ന് പറയുന്ന ഒരു പറയൻ്റെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി ചത്ത് വെള്ളത്തിൽ മുഴുകയും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയ കഥയാണ്. അതിനെപ്പറ്റി അയ്യപ്പപ്പണിക്കർ പറഞ്ഞാൽ ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ മൃഗകഥകളിൽ ഏറ്റവും ലക്ഷണമുക്തമായ മൃഗകഥയാണെന്ന് പറയുന്നത്. അങ്ങനെ ആ മൃഗം എന്ന് പറയുന്ന ഒരു വലിയൊരു രൂപം കേരളത്തിൽ ഏറ്റവും സമഗ്രമായിട്ട് വായിക്കപ്പെടുന്ന സമയത്ത് അതിനെപ്പറ്റി 2000-ന്റെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു വെള്ളപ്പൊക്കത്തിൽ ഒരു മൃഗകഥയുള്ളത് KK കൊച്ചുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ വായിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൃഗം എന്ന് പറയുന്ന മൃഗാവസ്ഥ എന്ന് പറയുന്നത് ചാമൻ എന്ന് പറയുന്ന ദലിതൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ചാമൻ എന്ന് പറയുന്ന പഴയ സമുദായക്കാരനല്ല, യഥാർത്ഥത്തിൻ്റെ പട്ടിയാണ്. പട്ടിയായിട്ട് അഴുകി ദ്രവിച്ചു പോകുന്ന പട്ടിയാണ് ദലിതാവസ്ഥ എന്ന് പറഞ്ഞ പുതിയൊരു പ്രതിവായനമായി. കാരണം വളരെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. പലരും പറഞ്ഞു അത് സാഹിത്യത്തിലെ നടപ്പുദീനമാണ്. പ്രധാന വായന നമ്മുടെ സമഗ്രമായ കനോലീകരണം, നമ്മളെ ശക്തമായ അടിത്തറയിൽ നിർമ്മിക്കപ്പെട്ട മലയാളത്തെ നശിപ്പിച്ചു കളയുന്നു പറയുന്ന രീതിയിൽ അന്ന് അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് PK രാജശേഖരൻ അന്ന് ഒരു ലേഖനം എഴുതിയതിനെ പരാമർശിക്കാതെ സാഹിത്യത്തിലെ കുരുട്ടുവായന മുന്നിലേക്ക് ഇന്ന്
ഇപ്പോഴ നിരൂപനായ അതേപോലെ വി സി ശ്രീധരൻ പറഞ്ഞ വലിയ അപകടത്തിലേക്ക് പോന്ന വായന, അതായത് പ്രതിദാനങ്ങളെ ഇങ്ങനെ വായിക്കുന്നത്. ഇതിന്റെ സാഹിത്യ നിരൂപകർ പ്രതിദാനങ്ങളെ വായിക്കുന്നത് പുലർത്തുന്ന ഈ അവർ പുലർത്തുന്നത് നമ്മുടെ സാഹിത്യത്തിന് വലിയ കുഴപ്പമുണ്ടാക്കുന്നു, കുരുട്ട് വായനയാണെന്നും അപകടത്തിച്ചാടിക്കുന്നു. മറുപക്ഷവും കലാപത്തിലും ഇപ്പം കേൾക്കപ്പം പറഞ്ഞത് മറുപക്ഷവും ദളിതരെ ഇങ്ങനെ വായിക്കാൻ അവര് മലയാളത്തിലെ ഏറ്റവും വലിയ കൃതികളെ അതിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ ഈ കലാപത്തിന് രണ്ട് വശത്തും ആളുണ്ടാവും. ദളിതര് നടത്തുന്ന പോലെ സവർണരും കഴിയും എന്നാണ് കെപിയപ്പം പറഞ്ഞത്. അതേപോലെ തന്നെ മാതൃഭൂമി ഇതുപോലത്തെ വായനകൾക്ക് പ്രതിദാന രാഷ്ട്രീയത്തിലെ വിവിധ വായനകളുണ്ടായി. ഞാൻ തന്നെ രണ്ട് പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത് ജിആർ പരമേശ്വരന്റെ ഒരു വളരെ ചർച്ച ചെയ്യപ്പെട്ട വളരെയധികം ഇടതുപക്ഷത്തിന്റെ ഒരു ധാർമ്മികത, ഇടതുപക്ഷ അനന്തര സമൂഹങ്ങളുടെ പ്രത്യേകിച്ച് തീവ്രവാദ ഇടതുപക്ഷം കേരളത്തിൽ ഉണ്ടായതിന്റെ ധാർമ്മികമായ ശക്തിയെ പ്രദാനം ചെയ്യുന്ന ഒരു കൃതിയാണെന്ന് വളരെയധികം സാഹിത്യവാദത്തിന്റെ ഒരു കൃതിയാണ് ജിആർ പരമേശ്വരന്റെ പ്രകൃതി നിയമം എന്ന കൃതി. അതിനപ്പുറം വിശ്വസിക്കാത്തവരാരുമില്ല ഒരു കാലത്ത്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി മാതൃഭൂമിയിലെ ഭ്രാന്തിനെ പറ്റി അതിന്റെ ഭ്രാന്ത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതേപോലെ അതിന്റെ ധാർമ്മിക അവകാശം എന്താണ്, അത് ഇടതുപക്ഷ കേരളത്തിലെ അധികാരഘടനയെ വിമർശിക്കുകയാണ്. കേരളത്തിലെ നായന്മാരും നമ്പൂതിരിമാരും സുറിയാനി ക്രിസ്ത്യാനി ഈഴവര് മുസ്ലിങ്ങൾ ഇങ്ങനെയുള്ള സമുദായങ്ങളുടെ രാഷ്ട്രീയാധികാരം കൈയാളുന്നു. അവർക്ക് സേവ ചെയ്യുന്നവരായി മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ തോന്നും വലിയൊരു അധികാര മോക്ഷമാണെന്ന് തോന്നുമെങ്കിലും ഈ അധികാര വിമർശനപ്പുറം സമൂഹത്തിലെ ഒരു ബ്രാഹ്മണിസത്തിന്റെ ഒരു പുനഃസ്ഥാപനമാണ്. ബ്രാഹ്മണസത്തിന്റെ ആജ്ഞാശക്തി നഷ്ടപ്പെട്ടു പോയത് ഉള്ള വിലാപമായിട്ടാണ് കൃതികൾ ഞാൻ എഴുതി. അതൊക്കെയാണ് അത്ര പ്രകോപിച്ചത്. അതൊക്കെ അങ്ങനെ എഴുതി. അങ്ങനെ സാഹിത്യ വിമർശനത്തിനകത്ത് നിലനിൽക്കുന്ന കറുപ്പ് വെളുപ്പ് എന്നതിൽ അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ചിലതരം പോസിറ്റീവായിട്ട് നെഗറ്റീവായി ചിത്രീകരിക്കുന്നു, അല്ല സ്ത്രീകളെ ചില പ്രത്യേക രീതിയിൽ പാർശ്വവൽക്കരിച്ച് കാണിക്കുന്നു. അങ്ങനെ പറയുന്ന രീതിയിലുള്ള വിമർശനമല്ലാതെ മറിച്ച് ഇതിൽ നിലനിൽക്കുന്ന സാഹിത്യകൃതികളകത്ത് നിൽക്കുന്ന പവർ ലാഷൻസ് അപ്പോൾ തന്നെ ജാതി എങ്ങനെയാണ് ഒരു രൂപക സ്വഭാവം പലപ്പോഴും ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കുന്ന എങ്ങനെയാണ് പ്രത്യേക രീതിയിൽ ചിലപ്പം ജാതി നേരിട്ടെന്ന് പറഞ്ഞാവണമെന്നില്ല. പക്ഷെ ജാതി നിലനിൽക്കാനായിട്ട് പ്രത്യേക രീതിയിൽ രൂപകങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ രൂപഘടനയിലേക്ക് എങ്ങനെ ജാതി മാറുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വിമർശനം വളരെ ശക്തമായിട്ട് കേരള സമൂഹത്തിൽ ഉയർന്നു വരികയും ഇന്ന് നമുക്കറിയാം മലയാള സിനിമ ഒരു കാലത്ത് നിങ്ങളുടെയൊക്കെ ഒരു 80-90കളിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിശക്തമായ സവർണ കേന്ദ്രീകൃത പുരുഷാധിപത്യ സ്വഭാവമുള്ള സിനിമകളായിരുന്നു. വെല്ലുവിളിക്കുക, സമ്പന്നത്തെ വെല്ലുവിളിക്കുക, സ്ത്രീയുടെ കർമ്മത്തെ കൊണ്ട് നിങ്ങൾക്ക് മിണ്ടാൻ അവകാശമില്ലെന്ന് വിളിക്കുക, ദളിത് കഥാപാത്രങ്ങളുണ്ടെങ്കിൽ തന്നെ അവരെ കൊലപാതകളെയോ ഒക്കെ ആയിട്ട് ചിത്രീകരിക്കുക, അവർക്ക് അപ്പുറത്തും മറ്റു വ്യക്തിത്വങ്ങളുള്ള അല്ലെങ്കിൽ ഒരു ശുദ്ധ ബുദ്ധികളായിരിക്കുക. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കഥാപാത്ര വാഗ്വാദങ്ങൾ ഉണ്ടായിക്കൊണ്ട് സിനിമകൾ സാഹിത്യമൊക്കെ പോയ കാലഘട്ടത്തിൽ അതിനൊരു എന്താ പറയുക, അതിനെ മാത്രം വിമർശിക്കുക എന്നുള്ളതല്ല, നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവാക്കുക, ഞങ്ങളെപ്പറ്റി ചിത്രീകരിക്കുന്നത് നല്ലതായിരിക്കുക എന്നുള്ളൊരു വിമർശന പദ്ധതി അല്ല യഥാർത്ഥത്തിൽ ദളിത് വിമർശനം മുന്നോട്ട് വെച്ചത്. മറിച്ച് അത് അധികാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ സമ്മിശ്രമായിട്ടുള്ള പവർ റിലേഷൻസിനെ അതെങ്ങനെ ആഹ്ലാദത്തെ അഭിമുഖീകരിക്കുന്നു, അതെങ്ങനെ സമൂഹത്തിൽ തമ്മിലുള്ള പാരസ്പര്യങ്ങളെ അഭിമുഖീകരിക്കുന്നു, അതുപോലത്തെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വന്നതുകൊണ്ടും കൂടിയാണ് കേരള സമൂഹത്തിൽ ദളിത് വിമർശനം ഒരു വാർഷികം കേവലമായി ഇപ്പം ഒറ്റവട്ടത്തിൽ വിമർശനം ഒരു വാർഷികമായിട്ടൊക്കെ പറയുന്നതിൽ പോലും കേരള സമൂഹത്തിൽ അടിസ്ഥാനപരമായിട്ട് സാഹിത്യത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കുറഞ്ഞ പക്ഷം എതിർക്കാനെങ്കിലും ഒരു കേൾവിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മാതൃഭൂമിയിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. അത് ആദ്യം അഴിച്ചു വിട്ടത് പി കെ രാജശേഖരൻ, ഏറ്റവും പ്രധാനപ്പെട്ട നിരൂപകരാണെന്ന് പലരും കരുതുന്ന ഒരു സമുദായ നിരൂപകരാണ്. പി കെ ബാലകൃഷ്ണൻ, പി കെ രാജശേഖരനാണ് സാഹിത്യത്തിലെ കുരുട്ടെ വായന എന്ന് പറഞ്ഞൊരു ഒരു ചർച്ച തുടങ്ങി. ആനന്ദ്, രാജു, ബി രാജീവനടക്കമുള്ള ഇടതുപക്ഷത്തുള്ള ബി രാജീവനടക്കമുള്ളവരൊക്കെ അതിനൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങൾ വേറൊരു പക്ഷത്ത് നിന്ന് ഞങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യ ചർച്ച നടന്നു. 2000-ന്റെ തുടക്കകാലം, 2010, 2005 ഈ ചർച്ചയെ ഒരു പുസ്തകം വരെയായിരുന്നു.
അതിനർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിനകത്ത് വളരെ സ്വാധീനം ചെലുത്തുന്ന സാംസ്കാരിക സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നവരായ നമ്മുടെ പൊതുബോധത്തെ തന്നെ സാഹിത്യത്തെ ചലിപ്പിക്കുന്നു എന്ന് പറയുന്നവർക്ക് അലോസരം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലും കലാപങ്ങളൊക്കെ വേണ്ടി വന്നു. പക്ഷേ ഈ കലാപത്തിന് കാരണം ഞാൻ പറഞ്ഞ മുമ്പ് എൻ്റെ അഭിപ്രായം ദളിതരെ ഒരു ശുദ്ധ വിഭാഗമായി ചിത്രീകരിക്കുന്നത് അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വരുത്തുകയല്ല, മറിച്ച് അവരൊരു സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന നിതാന്തമായ വിഭാഗമാണെന്ന് വരുത്താനും. രണ്ടാമത്തെ സമൂഹത്തിനകത്ത് ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, കീഴാളരെ പറ്റി പറയുമ്പോൾ അവർ ചരിത്രബാഹ്യരായിട്ടാണ്, അവരുടെ ചരിത്രത്തെ സ്റ്റീലോക്കാണ്. ഒരു ചരിത്രത്തിൽ നിന്ന് മാറ്റി ഒരു വസ്തുവിൽക്കുക ലോകത്ത് എപ്പോഴും നടക്കുന്ന കാര്യമുണ്ട്. മാത്രമല്ല അങ്ങനെയാണ്. ഇപ്പം അതൊരു വലിയ പ്രശ്നം. ഇപ്പം മമ്മി ഒരു ഇതിനെപ്പറ്റി ആദിവാസികളെ പറ്റി ഒരു നോവൽ എഴുതപ്പെട്ടപ്പോൾ ആദിവാസി ചരിത്രം എന്ന് പറയുന്നത് വളരെ കുറവായി. ആദിവാസികളെ കേരള ചരിത്രത്തിലെ ഇന്ത്യയെ സ്വാധീനിക്കുന്ന ഒരു വിഭാഗമായിട്ട് കേരള ചരിത്രത്തിലെ രൂപീകരണ പ്രക്രിയയിൽ തന്നെ ആദിവാസികളുണ്ട്. ഇന്ത്യയിൽ തന്നെ സമരടക്കമുള്ള വലിയ കാര്യങ്ങളിൽ വലിയ മുന്നണി നിന്ന വിഭാഗമാണ്. പക്ഷെ അവരുടെ ചരിത്രബാഹ്യരായിട്ട് സമകാലീന സവർണ പുരുഷന്മാരുടെ ഒരു കൽപ്പന ബിംബമാക്കിയിട്ടുണ്ട്. അവർക്ക് ആധുനികതയുടെ വിരോധമുണ്ട്, ആധുനികത കുഴപ്പമാണ്, അല്ലെ നവോത്ഥാനം മുരടിച്ചു പോയതാണ്, അതിന് വലിയ വിലയുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു കേവല മനുഷ്യരെ പറ്റി ചില സങ്കല്പങ്ങളുണ്ട്. ഈ കേവല മനുഷ്യരെ പറ്റിയുള്ള സങ്കല്പങ്ങൾക്കകത്ത് ചലിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് ആദിവാസികളെ കൊണ്ടുവരിക. ഇത് തന്നെയാണ് തകഴിയുടെ കൃതിയിലുള്ളത്. തകഴിയുടെ രണ്ടാം രണ്ടിടവഴി എന്ന് പറഞ്ഞ നോവൽ വരുമ്പോൾ ദളിതർ എന്ന് പറയുന്നവർ ഹിസ്റ്റോറിക്കലി ആബ്സെന്റ് ആണ്, ചരിത്രബാധിതരായിരുന്നു. അവര് അയ്യങ്കാളി, നമുക്കറിയാം കുട്ടനാട് എന്ന് പറയുന്നത് അയ്യങ്കാളി പോലുള്ള ആൾക്കാരുണ്ടായിരുന്ന കൊയ്യലപ്പച്ചൻ പോലുള്ള ഒരു പ്രവർത്തിച്ച സ്ഥലമാണ്. വലിയ തരത്തിലുള്ള ആധുനിക കാലത്തും അത് കഴിഞ്ഞിട്ടും കുട്ടനാടിന്റെ അകത്ത് കിടന്ന സാമൂഹ്യ രാഷ്ട്രീയ സമരങ്ങളാണ് കേരളത്തിന്റെ ഒരു പുതുകാലം നമ്മൾ പറയുന്നത്. പക്ഷെ ഇതിനെപ്പറ്റി ഒരു നോവൽ എഴുതപ്പെടുമ്പോൾ അയ്യങ്കാളിയുടെ വിദൂരം പ്രതിപാദനം പോയി ദളിതരുടെ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം നിലനിന്നതായിട്ട് അവരുടെ വിദ്യാഭ്യാസം ഒരു തലമുറ സമൂഹത്തിലേക്ക് കടന്നു വന്നതായ ഒരു പാസിംഗ് റെഫറൻസ് പോയി. മറിച്ച് സമൂഹത്തിന്റെ മാറ്റത്തിലേക്ക്, പക്ഷെ ഒരു രാമായണം വായിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്ന് രാമായണം വായിക്കുന്ന ഒരു പാട്ട് ഒഴുകി വരികയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കഴിഞ്ഞ സവർണ ഭൂതകാലത്തിനെ പുതിയ രീതിയിൽ പുനഃക്രമീകരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള രൂപകങ്ങൾ അതിൽ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ അകത്ത് ജാതീയ ഒരു മേധാവിത്വ വിഭാഗങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ച് അവരുടെ അധികാരം ഉറപ്പിച്ചതാണ് ജാതി മേധാവിത്വ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ സവർണരുടെയും ആ അധികാരം ഉറപ്പിക്കാനും മറ്റുള്ളവരെ നിരാകരിക്കാനും പുറന്തള്ളാനും കൂടെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ജാതി. ജാതി എന്ന് പറയുന്നത് ഒരിക്കലും അത് ക്ഷതം പറ്റാതെ ഒരാളെ നിലനിൽക്കുന്നതാണ്. മറ്റുള്ള കുറെ പേർക്ക് ക്ഷതങ്ങളും അടിച്ചമർത്തലും തരുന്നു. അതിനെതിരെ അതിൻ്റെ അപ്പുറം നിൽക്കുന്നതിന്റെ ആനുകൂല്യം അനുഭവിക്കുന്ന വിഭാഗങ്ങളുള്ള ഒരു സംഘർഷ മേഖലയാണ്. ഈ സംഘർഷ മേഖലയിലെ പ്രതിവാദം പരസ്പരം മാറ്റിക്കൊണ്ട് മാത്രം അതിനെ പ്രതിഫലിക്കാൻ കഴിയും. ഈ പ്രതിവാദനത്തിൽ ഒരു കോഡ് ഉപയോഗിക്കുന്നത് പറഞ്ഞ പോലെ അത് കൃത്യമായിട്ട് ചരിത്രബാധ്യതയോ കുട്ടികളുടെ സ്വഭാവം. അപ്പം രണ്ടിടങ്ങളിൽ തന്നെ ഒരു കാര്യം ഭർത്താവും ആണ് പ്രേമത്തിൽ വളരെ കഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നു അദ്ദേഹത്തിന്റെ. പക്ഷേ ദളിതന്റെ ജീവിതം വളരെ സങ്കീർണമാണ്, സംഘർഷമാണ്, എല്ലാ തരത്തിലുള്ള സംഘർഷങ്ങളുണ്ട്. പക്ഷേ യൂണിയനിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അയാളൊരു നിർജീവ മനുഷ്യൻ. അതായത് കുട്ടനാടൻ പ്രദേശത്ത് അദ്ദേഹം പറയുന്നത് ദളിത് വിമോചനത്തിന്റെ മുന്നിന്റെ തുടക്കം വരുന്നത് യൂണിയൻ ആയിരുന്നു. കർഷക തൊഴിലാളി പ്രസ്ഥാനം അല്ലെ ഇടതുപക്ഷത്തിന്റെ പേരിലുള്ള ഒരു യൂണിയൻ ആരംഭിക്കുന്നു. അയാളുടെ എല്ലാ ഇതും പോകുന്നു. രണ്ടുപേരിൽ നിന്നും പോയിട്ട് അവർ ഒരു കൃത്രിമ മനുഷ്യരായി മാറുകയാണ്. അവർക്ക് പ്രണയമില്ല, ഭാര്യയില്ല, കുട്ടികളില്ല, എല്ലാം പോയി സമർപ്പിത ജീവിതമായി ഇതിലേക്ക് മാറും, യൂണിയനിലേക്ക് പോകും. പക്ഷെ ഈ യൂണിയൻ എന്ന് പറയുന്നത് ആരുടെയാണ്, എന്താണ് ഇതിന്റെ ശാസ്ത്രം എന്നുള്ളത് ഒരു കേവല കാരണമാണ്. അത് അവരുടേതാണെന്ന് പറയും.
പക്ഷെ അങ്ങനെയല്ലല്ലോ ചരിത്രത്തിന്റെ വിശകലനങ്ങൾ. ചരിത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്ത്രീകളും അവരുടെ തന്നെ അനേക തരത്തിലുള്ള വീട്ടകത്തുകളും ഇവരൊക്കെ രൂപപ്പെടുത്തിയ ഒരു വിമർശന സമ്പ്രദായം, വിമർശന വിശകലന രീതിയിൽ അവരവരെ പ്രതിപാദിക്കാൻ, അവർ ലോകത്തെ കാണാനൊരു മണ്ഡലത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ദളിത് വിമർശനത്തിന് ഒരു സാർവത്രിക പ്രസക്തി പലപ്പോഴും സാർവദേശീയമായ കാര്യങ്ങൾ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഏകപക്ഷീയമായി ഇവിടുന്നുള്ള ജാതിയിൽ നിന്ന് മാത്രമല്ല വന്നത്, പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട്. ഒരു വിദ്യയെപ്പറ്റി മാത്രം പറഞ്ഞിട്ട് ഞാൻ പറയാം. കേരളത്തിലെ തന്നെ വളരെയധികം സാധ്യതയുള്ള നമ്മളൊക്കെ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്, കോണി മറിച്ചും അറിയാം. അമേരിക്കയിലെ നോബൽ പ്രൈസ് സ്ത്രീകളിൽ ബ്ലാക്ക് സ്ത്രീകളിൽ നിന്ന് നോബൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ വനിതയാണ്. വളരെ പ്രധാനപ്പെട്ട സ്ത്രീയാണ്. നമ്മുടെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരാണ് ഇവര്. അമേരിക്കയിലെ പ്രത്യേകിച്ച് സെലിംഗ് അമേരിക്കൻ സ്വാതന്ത്ര്യത്തെ വലിയ വിശ്വാസ ലക്ഷണമുണ്ട്. എം ഡി ഇവിടെ എങ്ങനെയാണോ അല്ലെ എം ഡിക്ക് വളരെ സ്വാധീനിച്ചിരുന്ന വലിയ എഴുത്തുകാരനാണ് ഹെമിംഗ്വേ. അദ്ദേഹത്തിന്റെ മണിമുഴങ്ങുന്ന ആർക്ക് വേണ്ടി എന്ന് പറയുന്ന നോവൽ. ഈ നോവല് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്ന ചില പട്ടാളക്കാരുടെ ആത്മനൊമ്പരങ്ങളെപ്പറ്റി പറയുന്നൊരു നോവൽ. ഭയങ്കര പ്രശസ്തമാണ്. നോവൽ പ്രസിദ്ധിയെ സാധിക്കാൻ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് അത് ഈ ചെറിയ ലേഖനം പ്ലെയിനില്ല ഇരട്ടിലെ നൃത്തം പറഞ്ഞു. അതിലവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സാഹിത്യത്തിലെ ആഫ്രിക്കനിസ്റ്റ് മനുഷ്യൻ, അതായത് കറുത്തവരോ കടയുടെ കീപ്പിൽ നിന്ന് വിളിക്കപ്പെടുന്ന കറുത്തവരടക്കമുള്ള ആൾക്കാർ എങ്ങനെ വരുന്നു അതിലേക്ക് കടന്നു. അത് കടന്നു വരുമ്പോൾ അദ്ദേഹം എങ്ങനെ കടന്നു വരുന്നു എന്ന് ചോദിച്ചു. അല്ലെ അവരെങ്ങനെ പ്രധാനം ചെയ്യപ്പെടും, അവർക്ക് എങ്ങനെയാണ് അത് ഇടം കിട്ടുന്നത്. അതിന് അവർ വിശകലനം ചെയ്തൊരു കാര്യം സ്ത്രീ വരുന്നത് വളരെ ഒന്നാമത്തെ പ്രശ്നം. ഇദ്ദേഹത്തിന്റെ കൃതിയിൽ ഹെമിംഗ്വേയുടെ ബ്ലാക്സ് ഇല്ല, ഒട്ടുമില്ല. ഒരു കൃതി ഇപ്പം നമുക്ക് പറയാൻ എല്ലാവരും വായിച്ചിട്ടുള്ള കൃതിയാണ് അദ്ദേഹത്തിന്റെ ഓൾഡ് മാനാൻസി നോവൽ, നോവൽ പ്രൈസ് കിട്ടിയ നോവൽ. അതൊരു ബ്ലാക്ക് കഥാപാത്രം പിന്നെ എവിടെയുണ്ട്. അതേപോലെ എന്ന് പറഞ്ഞ നോവലിലും ബ്ലാക്സ് ഇല്ല, ബ്ലാക്സ് ഇല്ല. പക്ഷേ ഈ ബ്ലാക്സ് എങ്ങനെ വരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് അവരതിന്റെ പാസിംഗ് റെഫറൻസ്. ഇവർ വളരെ പാസിംഗ് ആയി കടന്നുപോകും. അവർക്കൊരു കട്ടസ്ഥാനം പോലുമില്ല, അല്ലെങ്കിൽ ഒരു മെമ്പറായിട്ട് പോലുമില്ല. നമ്മുടെ സാധാരണ ഞാൻ പറഞ്ഞ 90കളിലെ 2000-ത്തിലൊക്കെ സിനിമയുടെ ഒരു പ്രത്യേകത ചരിത്രാവതരണം ഉണ്ടാവില്ല. ഒരു പാസിംഗ് ആയിട്ട് റെഫറൻസ് ആണ് വന്നു ഓടിപ്പോകുന്ന ഒരു സിഗ്നിഫയർ, ഒരു പാസിംഗ് സിഗ്നിഫയർ ഊട്ടിയമ്മ വന്നു പോകുന്നു. അല്ലെങ്കിൽ അവർ അസന്നിഗ്ധതയിൽ സന്നിഹിതമാവുന്ന കഥാപാത്രമാവുന്ന പോലെ ഇതിൽ അസന്നിഹിതമാവുകയോ പാസിംഗ് സിഗ്നിഫയറായി മാറുകയോ ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ അമേരിക്ക എങ്ങനെയാണ് അതിൻ്റെ ചരിത്രത്തെ ഒളിച്ചു വെക്കുന്ന, അതിൻ്റെ സെൽഫിനെ എങ്ങനെയാണ് കറുത്തവർക്ക് വിരുദ്ധമാക്കുക മാത്രമല്ല വെളുപ്പിന്റെ സർവാധിപത്യം ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കറുപ്പ് അദൃശ്യമാകുന്നു, കറുത്ത സ്ത്രീ പുരുഷന്മാര് അദൃശ്യമാകുന്നു, അവരില്ലാത്ത ഇൻവിസിബിൾ ആകുന്നു, അവർ പോകുന്നു എന്നതിനപ്പുറം ഈ മെക്കാനിസത്തിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഫലം എന്ന് പറയുന്നത് വെളുപ്പെന്ന് പറയുന്ന സെൽഫ് സാർവത്രിക പരിഭാസമാവുകയും അത് മാത്രമാണ് പഴയ യഹോവ എങ്ങനെയാണോ നമ്മളെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിന് തുല്യമായി പ്രപഞ്ചനാഥനായി തന്നെ വെളുപ്പ്, പ്രപഞ്ചത്തിലെ നാഥം മുഴുവനും വെളുപ്പാണെന്ന് പറയുന്നത് പ്രതിഭാസിക സ്വഭാവം, ഒരു ഫിനോമിനിക്കൽ സ്വഭാവം ഉണ്ടാവുന്നതാണ് ടോണി മോറിസൺ വിശദീകരിക്കുന്നത്. അദ്ദേഹം അവർ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെ പറയുന്നതിന് പ്രശ്നം അമേരിക്കയിലെ ഒരു രഹസ്യം കൂടിയാണ്. അമേരിക്കൻ വർണ്ണറോസിന്റെ ഒരു രഹസ്യം ബാധമായതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അമേരിക്ക എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന അമേരിക്ക എന്താ? അമേരിക്ക നായ ജോലി അമേരിക്ക ഹിസ്റ്ററി എന്ന് പറയുന്നത് അമേരിക്ക ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായത് ഒന്ന് അതിൻ്റെ ജനാധിപത്യ പ്രക്ഷോഭം നിലവിലാണ്, ഒന്ന് അതിൻ്റെ അധ്വാനത്തിലൂടെ വികസിച്ചു വന്നു, അതിൻ്റെ പ്ലാന്റേഷൻസിലൂടെ അല്ലെങ്കിൽ കരികളിലൂടെ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷനിലൂടെ ഒക്കെ പുതിയ തരത്തിലുള്ള സമൂഹത്തിലേക്ക് കയറി വന്നു. എങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ പലതരത്തിലുള്ള ജനാധിപത്യ പ്രശ്നങ്ങൾ, അവിടെയുള്ള നീതിന്യായ വ്യവസ്ഥകൾ, പത്രസ്വാതന്ത്ര്യം, ഇതുപോലത്തെ കാര്യങ്ങളാണ് അമേരിക്കയിൽ നിർമ്മിക്കുന്ന അമേരിക്കൻ ഓർമ്മക്ക് ആധുനിക സമൂഹം ഓർമ്മ. ഈ തലങ്ങളിലെല്ലാം
ഇതിലെല്ലാം അമേരിക്കയെ സംബന്ധിച്ച് കറുത്തവരുടെ കഠിനമായ അധ്വാനവും സമരങ്ങളും ചോരയും ഉണ്ടെന്നാണ് സത്യം. അത് നമുക്കറിയാവുന്ന കാര്യം. അമേരിക്കയിലെ ജനാധിപത്യ പ്രസ്ഥാനം ബ്ലാക്സിന്റെ സമരത്തിലൂടെയാണ് ഏറ്റവും അവരാണ്. അമേരിക്കയിലെ സ്ത്രീകളുടെ ഓരോ ഇഞ്ചിലും, അമേരിക്കയിലെ ഓരോ കുടുംബത്തിലും, അവിടുത്തെ ഓരോ തെരുവും വൃത്തിയാക്കുന്നതിനും അവിടുത്തെ വെള്ളക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്നതും എല്ലാം അമേരിക്കയിലെ ബ്ലാക്ക് സ്ത്രീകളാണ്. അവിടുത്തെ വലിയ തലമുറകളെ വാർത്തെടുക്കും അമേരിക്ക. അങ്ങനെ അമേരിക്കയുടെ നിത്യജീവിതത്തിന്റെയും ചരിത്രാനുഭവത്തിലും അതിസങ്കീർണമായിട്ട് നിലനിൽക്കുന്ന ബ്ലാക്സിനെ സീറ്റ് ഓഫ് ആക്കുന്നതിലൂടെ, ചരിത്രത്തിൽ പോലും ഇല്ലാതാക്കുന്നതിലൂടെ വെളുപ്പ് പാർശ്വവൽക്കരണം മാത്രമാണ് ഉന്നയിക്കുന്നത്. അതൊരു ദൈവിക പരിവേഷത്തോട് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെയും സാഹിത്യത്തിലെ ഈ ഏകപക്ഷീയത പലപ്പോഴും സവർണത എന്ന് നമ്മൾ പറയുന്നതിൽ പോലും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സെൽഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന സമയം വളരെ കാര്യമായിട്ട് സൂചിപ്പിച്ച പോലെ നമ്മുടെ സെൽഫിൽ പറയുന്ന ഈ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അജ്ഞേയത എന്ന് പറയുന്നത് ഒരു എളുപ്പവിദ്യ. അത് പലതരത്തിലുള്ള വൈജ്ഞാനിക സമൂഹങ്ങളെ, രാഷ്ട്രീയ സമൂഹങ്ങളെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്വത്വങ്ങൾ നമുക്ക് ഒപ്പം നിലനിൽക്കുന്നു, നമ്മൾ എപ്പോഴും നടത്തുന്നു, സ്വത്വങ്ങളെ പരിഗണിക്കാതിരിക്കാനുള്ള ഒരു ഒഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള വിമർശന പദ്ധതിയും രൂപപ്പെട്ടുകൊണ്ട് മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സാഹിത്യം എന്ന് പറയുന്നത് ഒരു രസാനുഭൂതിയുടെയും വളരെ ഉന്നതരായ മനുഷ്യർ ഇരുന്ന് കാണുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് മാറി അത് തെരുവിന്റെയും പാടത്തിന്റെയും പറമ്പിന്റെയും കൈവേലക്കാരുടെ മേശൻ പണിക്കാരുടെ ഒരു പണി സ്ഥലമാവുകയൊക്കെ ചെയ്യുന്ന പോലെയാകുമ്പോഴാണ് ഈ എന്താ പറയുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ ബഹുത്വം നിറഞ്ഞ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ കടക്കുകയും ബഹുത്വത്തിന്റെ മണ്ഡലത്തിൽ പലതും സാക്ഷാത്കരിക്കുകയും ചെയ്യപ്പെടുന്നത്. ഈ അർത്ഥത്തിലൊരു ബഹുത്വത്തിന്റെ ഒരു മണ്ഡലം, മാറ്റങ്ങളുടേതായ മണ്ഡലം, വ്യത്യസ്ത സ്വത്വങ്ങളുടെ ആത്മപരമായിട്ടുള്ള മുന്നേറ്റം. അപ്പോൾ തന്നെ അതൊരു ഭാഗ്യമല്ല. ഒരു സമൂഹം ഇപ്പോഴും സ്വത്വങ്ങളുടെ പ്രകാശനം പുതിയൊരു സാഹോദര്യവാദവും തമ്മിൽ അത് ഏകോക്ഷ്യമല്ല. ഒരിക്കൽ പോലും സ്വത്വമായി നിലനിന്നുകൊണ്ട് സ്വത്വത്തിന്റെ ഏകാധിപത്യത്തെ ബാധിക്കുന്ന അതൊക്കെ വംശീയതയാണ്. കിട്ടാർക്ക് അങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ടാവും. സ്വത്വത്തിന്റെ അടിസ്ഥാനം ഇന്നത്തെ ആധുനിക സ്വത്വങ്ങളുടെയും പ്രശ്നം എന്ന് പറയുന്നത് സാഹോദര്യത്തിന് വിഭാവന ചെയ്യുന്നതാണ്, ജനാധിപത്യത്തിന് വിഭാവന ചെയ്യുന്നതാണ്. സമൂഹത്തെ പറ്റി ചരിത്രവാക്യവും ചലനവാക്യവും ആയ സമൂഹത്തെ അതിൻ്റെ തന്നെ നിർമ്മിതമായ തരത്തിൽ തന്നെ കാണുന്നത് ആരും ഉള്ളടക്കവും തന്നെ സാഹിത്യത്തിലെ പാരമ്പര്യ ബോധത്തെ ആധുനികത്തിലും ഉത്തരാധുനികത്തിലുമുള്ളതാണ് കേട്ടോ. പാരമ്പര്യം പഴയ കാലത്ത് അവസാനിച്ചു പോയെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പലതരത്തിലുള്ള പാരമ്പര്യവാദങ്ങളെയും പ്രബലമായ മേഖലകളെ, ജാതീയത, വംശീയത, പുരുഷാധിപത്യം, സെക്സിസം, ഇതിപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മളെ ചോദ്യം ചെയ്യുന്ന ഒരു ബഹുജന പ്രക്ഷേപണ മുന്നണി തന്നെയാണ്. അതിന് ആ അർത്ഥത്തിൽ തന്നെയാണ് ബഹുജനങ്ങളുടെ തന്നെ ഒരു പ്രക്ഷോഭണ സ്വഭാവം. അപ്പോൾ തന്നെ കടന്നു കയറുന്ന വൈജ്ഞാനികവും സൗന്ദര്യാത്മകവുമായ മാനവബോധവുമായ ഒന്നായിട്ടാണ് എനിക്ക് സാഹിത്യത്തിലെ വിമർശനത്തെയും ഇതിൽ വാദങ്ങളായി കാണാൻ കഴിയും. തീർച്ചയായിട്ടും മനുഷ്യ അവസാനിച്ചവർക്കും തുടങ്ങുകയാണ്. നവോത്ഥാനത്തിന് ശേഷം രൂപപ്പെട്ടിട്ടുള്ള സാഹിത്യകൃതികളെ വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുന്ന ദളിത് സൈദ്ധാന്തിക പഠനങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ രൂപപ്പെടുന്നുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും വർഗം എന്ന് പറയുന്ന സമ്മർദ്ദത്തിനുള്ളിലേക്ക് ദളിതർ ഉൾപ്പെടുമ്പോൾ പോലും നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കുന്നു എന്ന് പറയുന്ന ബോധ്യത്തിലാണ് അതിൽ പോലും നിലനിൽക്കുന്നത്. അല്ലാതെ അതിൽ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള സത്യവിമർശനം തന്നെയാണ്. സന്മർശത്തെ എനിക്കൊരു ചോദിക്കാനുള്ള ഒരു കാര്യം, സമകാലിക കേരളത്തിൽ നവോത്ഥാനം വീണ്ടും ഒരു ചർച്ചാ വിഷയമായി വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നടന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതാണ്. ഇത് ഇന്നലെ ഷാമപ്രസാദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് നവോത്ഥാനത്തെ കുറിച്ചുള്ള സെമിനാറുകളൊക്കെ നടത്തപ്പോൾ പോലും നവോത്ഥാന ആശയങ്ങളെ മനസ്സിലാക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു അക്കാദമിക വ്യവഹാരങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വിമർശനത്തോട് ആശയമാണ്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ
വ്യവസ്ഥകൾ ഇവിടെ രൂപപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിലൊരു പ്രശ്നമുണ്ട്. അത് ഒരു കാര്യത്തെ മറച്ചു വെക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് വേണം നമ്മളതിനെ മനസ്സിലാക്കുക. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നവോത്ഥാന കാലഘട്ടത്തിൽ സാഹോദര്യത്തിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു മൂല്യമണ്ഡലം കേരളീയ സമൂഹത്തിൽ വേര് പിടിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിന് സമാന്തരമായി തന്നെ, അതായത് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നവോത്ഥാനം എന്ന് വിളിക്കുന്ന പ്രക്രിയ അതായത് നവോത്ഥാനം എന്ന് വിളിക്കാമോ അതോ മോഡേണൈസേഷൻ എന്ന് വിളിക്കണമോ അതിനെക്കുള്ള തർക്കങ്ങളുണ്ട്. അത് മാറ്റി വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കേരളത്തിൽ നടന്ന നവോത്ഥാന പ്രക്രിയ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന 19ാം നൂറ്റാണ്ടിലെയും 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ നടന്ന പ്രക്രിയ നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ള കാസ്റ്റ് റിഡനായ സൊസൈറ്റിയെ ഡയറക്റ്റായിട്ട് അഭിസംബോധന ചെയ്ത പ്രസ്ഥാനം, നേരിട്ട് അഭിസംബോധന ചെയ്ത പ്രസ്ഥാനമായിരുന്നു. നേരിട്ട് അഭിസംബോധന ചെയ്യുക മാത്രമല്ല, അതിനെ മറികടക്കാനുള്ള പലതരത്തിലുള്ള വിക്ഷോഭങ്ങൾ നമ്മുടെ സമൂഹത്തിൽ രൂപം കൊള്ളുകയും അതിൻ്റെ ഒരു ആശയ പ്രപഞ്ചം കേരളീയ സമൂഹത്തിൽ ഉണ്ടായി വരികയും ചെയ്തിട്ടുണ്ട് എന്നത് നിഷേധിക്കാനാവാത്തൊരു കാര്യമാണ്. എന്നാൽ ഇന്ന് നമ്മൾ പങ്കിടുന്ന കേരളീയ വൈജ്ഞാനികത എന്ന് പറയുന്ന കാര്യത്തിൻ്റെ വേരുകൾ കിടക്കുന്നത് ഈ നവോത്ഥാന പ്രക്രിയയിലൂടെ രൂപപ്പെട്ട സഹോദരി ബോധത്തിലോ ഈ ഉൾക്കൊള്ളൽ ബോധത്തിലോ അല്ല എന്നുള്ളതാണ് കാണേണ്ടത്. 1870 മുതൽ കേരളത്തിൽ ആരംഭിക്കുന്ന നവ സമൂഹത്തെ സംബന്ധിച്ചിട്ടുള്ള, സാഹിത്യത്തെ സംബന്ധിച്ചിട്ടുള്ള, മനുഷ്യബന്ധത്തെ സംബന്ധിച്ചിട്ടുള്ള, പത്രപ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ള, നോവലിനെ സംബന്ധിച്ചിട്ടുള്ള ഇത്തരം സങ്കല്പം, പൊളിറ്റിക്കൽ ഫിലോസഫിയെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ എല്ലാം തന്നെ ഇതിന് സമാന്തരമായി വളർന്നു വന്നതാണെന്നുള്ളത് കേരളം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇവരെ ആരും തന്നെ, ഈ ധാരയിൽ നിന്നവരാരും തന്നെ ഈ നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം ലോകത്തെ പരിഷ്കരിച്ചവരല്ല. അവർ അവരുടെ ജാതി ജീവിതത്തെയോ അവരുടെ സാമുദായിക അവസ്ഥയെയോ അതിൻ്റെ വീക്ഷണത്തെയോ കേരളീയം എന്ന നിലക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കേരളീയ സമൂഹത്തിനകത്ത് ഫസ്റ്റ് എഡ്യൂക്കേറ്റഡ് ജനറേഷൻ എന്ന് പറയാവുന്ന വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ശൂദ്ര മണ്ഡലത്തിൽ നിന്ന് വന്ന വിഭാഗങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിതൃക്കളായി നമ്മുടെ മുന്നിലുള്ളത്. കേരളത്തിലെ നോവലിൻ്റെയും പത്രപ്രവർത്തനത്തിൻ്റെയും അങ്ങനെ ഏത് ശാഖ ആധുനിക വിജ്ഞാനവുമായി അല്ലെ ആധുനിക സാഹിത്യവുമായി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും സൃഷ്ടാക്കൾ, അതിൽ പിതൃക്കളായി നമ്മളെപ്പോഴും കാണുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും ഈ വിഭാഗത്തിൽ നിന്ന് വന്നതെന്നാണ്. ഇതിന് കാരണം ഇവരാകുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ നവോത്ഥാന മൂല്യങ്ങൾ ഉൾക്കൊണ്ടിരുന്നോ എന്നൊരു ചോദ്യം. അത് ഉൾക്കൊണ്ടില്ല എന്നതുകൊണ്ട് ഈ നമ്മൾ സൃഷ്ടിച്ച ആധുനിക കേരളത്തിൻ്റെ അടിത്തറയായി എന്ന് പറയുന്ന വിജ്ഞാനം യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിലൂടെ രൂപപ്പെട്ടു വന്ന സാഹോദര്യ സങ്കല്പത്തെയും മൈത്രി സങ്കല്പത്തെയും ഈ വ്യത്യസ്ത വിഭാഗങ്ങളുടെ പാരസ്പര്യത്തെയും ഒക്കെ ദുർബലപ്പെടുത്തുന്നതോ തള്ളിക്കളയുന്നതോ ഇരുട്ടിൽ നിർത്തുന്നതോ ആയിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥം. അതുകൊണ്ട് കേരളത്തിൻ്റെ പുതിയ വൈജ്ഞാനിക ശാഖയിൽ അയ്യങ്കാളി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ശ്രീനാരായണ ഗുരുവും ഒരു പരാമർശയോഗ്യനായ ഒരാളായിരുന്നില്ല. കുമാരനാശാനെ കുറിച്ചും ആദ്യകാലത്തുണ്ടായിരുന്ന സങ്കല്പങ്ങൾ സമാനമായിരുന്നു. സഹോദരനെ കേരളം വേണ്ടതെന്ന് പരിഗണിച്ചിട്ട് പോലുമില്ല. ഇവരാരും ഒന്നും ചെയ്യാത്തത് കൊണ്ടല്ല, ഇവരുടെ മേൽ മറ്റൊരു പാഠവൽക്കരണമാണ് കേരളത്തിൽ നടന്നത്. അതിൻ്റെ പ്രാണകരായിട്ട് വന്നത് ഈ പറയുന്ന വർഗവാദികളായിട്ടോ ദേശീയവാദികളായിട്ടോ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ വേണ്ട വിധം അവർ സ്വീകരിച്ചില്ല എന്നുള്ള പരാതിക്ക് കഥയില്ല. മറിച്ച് അതിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മറ്റൊരു വിജ്ഞാനം അതിൻ്റെ മുകളിൽ സ്ഥാപിക്കപ്പെടുന്നതിലൂടെ 40കളാവുമ്പോൾ ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങളെല്ലാം തിരിഞ്ഞു പോവുകയും
ആദ്യകാല നവോത്ഥാന പ്രസ്ഥാന മുഖമുദ്ര തന്നെ ജാതി വിരുദ്ധതയാണ്, ജാതി വിമർശനമാണ്. അത് മുഴുവൻ തിരിഞ്ഞു പോവുകയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ ഡിസ്കോഴ്സസ് ദേശീയ പൗരത്വവും വർഗ നിലയുമൊക്കെ ഒരു പ്രധാനപ്പെട്ട കോമൺ ഡിസ്കോഴ്സായി മാറുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നൊരു കാര്യം. അതിനകത്ത് ഈ നവോത്ഥാന കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന മുഴുവൻ ആശയങ്ങളെയും റദ്ദ് ചെയ്യുന്ന ഒരു പ്രവണത ആ വിജ്ഞാന മണ്ഡലത്തിലുണ്ട്. ആ വിജ്ഞാനത്തിനകത്താണ് ആധുനിക മലയാളികൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേരളത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഇവർ അദൃശ്യരായിട്ടോ അല്ലെങ്കിൽ വെറുതെ പരാമർശിക്കുന്ന ആൾക്കാരായിട്ടോ നിൽക്കുന്നതിൻ്റെ കാര്യം. നമ്മളുടെ ആധുനിക വിജ്ഞാനം രൂപപ്പെട്ടതിൻ്റെ മണ്ഡലം നവോത്ഥാനത്തെ തുടർന്നുണ്ടായ ഒരു മണ്ഡലമല്ല എന്നാണ് നമ്മൾ കാണുന്നത്. മറിച്ച് അതിനെ നിഷേധിക്കുന്നത് അതിൻ്റെ ആന്തരികമായ അതിൻ്റെ മാനവികതാബോധത്തെ, മൈത്രി ബോധത്തെ, ഉൾക്കൊള്ളൽ, ജാതിവ്യവസ്ഥ ബഹിഷ്കരണത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നെങ്കിൽ അത് ഉൾക്കൊള്ളലിൻ്റെ പുതിയൊരു ദർശനം അവതരിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാരസ്പര്യം ഈ വിഭാഗങ്ങൾക്കിടയിലെല്ലാം രൂപപ്പെടുകയും ചെയ്തു. അതിനെ മറച്ചുകൊണ്ടാണ് ഒരു വിജ്ഞാന മണ്ഡലം. ഈ പാഠാവൽക്കരണം ആന്തരികമായി നടന്ന വൈജ്ഞാനികമായ ഈ പുതിയ ട്രെൻഡിലാണ് നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ വിസ്മരിക്കപ്പെട്ടു ഒഴിഞ്ഞുപോയി എന്നൊക്കെ നമ്മൾ പറയുന്നു. ഇതെല്ലാം ഏറ്റെടുക്കപ്പെട്ടില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. രണ്ടാമതൊരു പ്രധാനപ്പെട്ട സംഗതി, ഈ മലയാളിയുടെ ജീവിതം ജാതിബദ്ധമാണ്, അല്ലെ ജാതി ജീവിതമാണ് മലയാളി ജീവിക്കുന്നത് എന്നതൊരു കുറ്റാരോപണമാണ്. മനുഷ്യൻ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെയാണ് അവൻ സ്വയം നിർമ്മിക്കുന്നതും അവരെ നിർമ്മിക്കുന്നതും. നമ്മൾ സ്വയം കണ്ടുപിടിക്കുന്നതല്ല നമ്മളെ, മറിച്ച് അനേകം സോഷ്യൽ ഫോഴ്സസിലൂടെ നിർമ്മിക്കപ്പെടുന്നതും അവരെ സംബന്ധിച്ചുള്ള സങ്കല്പവും അങ്ങനെ തന്നെ നിർമ്മിക്കപ്പെടുന്നതാണ്. ഈ സോഷ്യലൈസേഷനിൽ ഇടപെടുന്ന സാമൂഹ്യ ശക്തികളെ വേണ്ട വിധം നമ്മൾ ഇനി പരിഗണിച്ചിട്ടില്ല. നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിൽ തീരെ പരിഗണിച്ചിട്ടില്ല. കേരളത്തിൽ സോഷ്യോളജി, സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു പഠനശാഖ തന്നെ വളരെ ദുർബലമാണ്. ഞാൻ പറയുന്നൊരു കാര്യം, മനുഷ്യനെ നിർമ്മിക്കുന്ന ഈ സോഷ്യലൈസേഷൻ പ്രോസസ്, അതിനകത്ത് കുടുംബം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ജനിച്ചു വളരുന്ന കുടുംബം ഒരു സ്ഥാപനമല്ല, അവിടെ നമ്മൾ ജനിച്ചു വളരുന്നു. അവിടെ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ പഠിച്ചാൽ കുടുംബത്തിന് വിലയിലേക്ക് വരുന്നു. അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഒരു കുടുംബത്തിനകത്ത് വരുന്ന ആൾക്കാർ, സൽക്കരിക്കപ്പെടുന്ന ആൾക്കാർ, തിരസ്കരിക്കപ്പെടുന്ന ആൾക്കാർ, കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നവർ, മുറ്റത്തിരുത്തി ഭക്ഷണം കൊടുക്കുന്നവർ, മാറി നിൽക്കുന്നവർ, വീട്ടിനകത്തേക്ക് കയറ്റാത്തവർ, ഇതെല്ലാം കണ്ടും കേട്ടുമാണ് ഓരോ മനുഷ്യനും മലയാളി കുടുംബത്തിൽ ജനിച്ചു വളരുന്നതെന്ന് നമ്മൾ അറിയണം. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, വയനാട്ടിൽ കുടിയേറ്റക്കാരനായ കുടുംബത്തിലെ ഒരു വ്യക്തി ആദിവാസി വിരുദ്ധനാകുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ്റെ കുടുംബമോ അവൻ്റെ സുഹൃത്തുക്കളോ അവൻ്റെ ടീച്ചർമാരോ അവൻ്റെ ക്ലാസ് റൂമോ ആദിവാസിയെ ആദരിക്കേണ്ട ഒരാളാണ്, ബഹുമാനിക്കേണ്ട ഒരാളാണ്, തുല്യമായി പരിഗണിക്കേണ്ട ഒരാളാണ് ഒറ്റ അനുഭവത്തിൽ കൂടി പോലും അവർ കടന്നുപോയിട്ടുണ്ടാവില്ല. അവന് കേവലമായി ആദിവാസിയെ സ്നേഹിക്കും പറ്റില്ല. അപ്പോൾ ഇത് കേരളത്തിലെ സോഷ്യലൈസേഷനിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ്, ഒരു ഫോഴ്സാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വീടുകളിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യം മാത്രമല്ല, നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന അനേകം പാഠങ്ങൾ, സ്കൂളുകളിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ. ഇപ്പം സ്കൂളുകളിൽ ഇപ്പോൾ IIT-യിലെ ഒരു വിദ്യാർത്ഥി പറഞ്ഞത് ഇതിൻ്റെ രണ്ടാമത്തെ വീട് പോലെയാണ് മാത്രം തോന്നുന്നതെന്നാണ് ഒരു വിദ്യാർത്ഥിയുടെ അഭിപ്രായം. IIT അവരുടെ രണ്ടാമത്തെ വീട് പോലെയാണ് അവന് തോന്നുന്നത്. അറ്റ് ദ സെയിം ടൈം അവിടെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ, അവരത് വീടായിട്ടേ തോന്നുന്നില്ല. ഇതെന്താ ഇതിൻ്റെ കാരണം? മറ്റൊരു വീടായിട്ട് തോന്നും, അത് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നേ.
എന്ന് പറഞ്ഞാൽ അവൻ അപ്പർ കാസ്റ്റ് ഗ്രാമീൺ കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ അധ്യാപകന് 90% ബ്രാഹ്മണ. അവനും ഭൂമിയിലെടുത്തിട്ടുണ്ട്, അധ്യാപകനും ഭൂമിയിലെടുത്തു. അധ്യാപകനൊരു പ്രത്യേക സ്നേഹമാണ്, വാത്സല്യം. അവൻ വീട്ടിൽ നോൺ വെജിറ്റേറിയനാണ് കഴിക്കുന്നത്, ഇവിടെയും വെജിറ്റേറിയനാണ് കിട്ടുന്നത്. അതിനും തടസ്സമില്ല. അവരുടെ എല്ലാ അഭിലാഷങ്ങളും നിറവേറ്റുന്ന ഒരു സ്ട്രക്ചറും അന്തരീക്ഷവും ഉള്ളതും അവർ രണ്ടാമത്തെ ഉണ്ടായിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്നത് തോന്നുന്നേയില്ല. അവരിവിടെ വരുമ്പോൾ തികച്ചും അപരിചിതമായ പെരുമാറ്റ രീതികളും ഒഴിവാക്കാനും കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇങ്ങനെ ജാതിക്കുണ്ടാകുന്ന പരിണാമങ്ങളെ നമ്മൾ കാണാതിരുന്നില്ല. അപ്പോൾ ആ നിരക്ക് നമ്മൾ കാര്യങ്ങളെ പരിശോധിച്ചാൽ മലയാളി സമൂഹത്തിനകത്ത് നവോത്ഥാന മൂല്യങ്ങൾ ഇപ്പോഴും സ്വാധീനം ചെലുത്താത്തതിൻ്റെ പിന്നിൽ അതിൻ്റെ മുകളിൽ സംഭവിച്ച വലിയൊരു പാഠവൽക്കരണം. ആ പാഠവൽക്കരണം കാരണം മലയാള സാഹിത്യം നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനകത്തൊരു നേരത്തെ ബാബുരാജിലൂടെ സൂചിപ്പിച്ച ഒരു പാസിംഗ് സംഭവമായിട്ട് അല്ലെങ്കിൽ അസാന്നിധ്യമായിട്ട് കുറേ ജനം വന്നു പോകുന്നു. അവരെ കൂട്ടി അതിനകത്ത് പൊട്ടിക്കേൽക്കണം എന്നുള്ള കാര്യമല്ല ഉന്നയിക്കുന്നത്. ഇങ്ങനെ ഒരു ഭാവനാലോകം നിർമ്മിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്നാണ്. മൂന്നാമതൊരു പോയിന്റ് ഇക്കാര്യത്തിൽ ഈ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു എന്ന സംഗതി നമ്മൾ സാമൂഹ്യശാസ്ത്രപരമായിട്ടാണ് സമീപിക്കുന്നത്. ഈ കാസ്റ്റിന്റെ വലിയൊരു മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യലി സാങ്ഷന്റെ കാസ്റ്റിൽ നിന്നുള്ള സബ്ജക്റ്റിവിറ്റിയെ മാത്രമേ പൊതുവായി സ്വീകരിക്കൂ. സോഷ്യലി സാങ്ഷൻ ആയിരിക്കണം ആ സബ്ജക്റ്റിവിറ്റി. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. കാസ്റ്റ് ഡോക്ടർ അംബേദ്കർ ഡിഫൈൻ ചെയ്യുന്നത് മുകളിലേക്ക് പോകുന്നവരുമാണ് ഈ സാങ്ഷൻ കൂടി വരുന്നത്. താഴേക്ക് ഇറങ്ങുന്നവർ സാങ്ഷൻ കുറഞ്ഞു വരിക. അപ്പോൾ ഏറ്റവും കീഴ്ത്തത്തിൽ നിന്നൊരു പൊതു വ്യക്തിത്വം രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ കാസ്റ്റ് നിലനിൽക്കുന്നവർ ഭയങ്കരമായ സ്ട്രഗിളായിരുന്നു. ആ സ്ട്രഗിളാണ് അവിടെ നടക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യം ആ സ്ട്രഗിൾ. ഈ ഒരു പോയിന്റ് കൂടിയുള്ളത് വർഗ വിശകലന സമ്പ്രദായത്തെ സംബന്ധിച്ചിട്ടൊരു നിരീക്ഷണമുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിലെ വർഗ വിശകലന 2 വർഗങ്ങളാണ് പ്രധാനമായും കടന്നു വരുന്നത്. അത് ജന്മി മറ്റൊന്ന് കൂടിയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ജന്മി മണ്ണിൽ പണിയെടുക്കുന്ന ആളല്ല, കുടിയാൻ മണ്ണിൽ പണിയെടുക്കുന്ന ആളല്ല. മണ്ണിൽ പണിയെടുക്കുന്ന ആള് സ്ലേവ് കാസ്റ്റ് എന്ന് വിളിക്കുന്ന നമ്മളാണ്. അവരൊരു നിശ്ചല തടാകം പോലെ എന്ന് പറഞ്ഞാൽ അനക്കമറ്റ തടാകം പോലെ ഈ മർദ്ദക സംവിധാനത്തിന് തുടരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് വർഗവിശകലനത്തിലേക്ക് ഈ വിഭാഗം വരാതിരുന്നത് കൊണ്ട് കേരളത്തിൽ ഒരിക്കൽ പോലും ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കണമെന്നുള്ള ഒരു മൂവ്മെന്റ് കേരളത്തിലില്ല. കേരളത്തിന്റെ ഇടതുപക്ഷ ചരിത്രത്തിലാണ് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കണമെന്നൊരു മൂവ്മെന്റ്. ഒരു ഭൂമി കൈവശം വെച്ചൊരു ഭൂമിയുടെ തീരാധാരം കൊടുക്കണമെന്നാണ് നമ്മുടെ ഡിമാൻഡ്. അതാണ് ഈ 2 വർഗങ്ങൾ. ഭൂമി കൈവശം വെച്ചവനും കൊടുത്തവനും ഉള്ളൂ നമ്മുടെ വർഗ വിശകലനത്തിന്റെ ലോകത്തിൽ യഥാർത്ഥത്തിൽ പണിയെടുക്കുന്ന സ്ലേവ് കാസ്റ്റ്. അപ്പൊ ഈ വർഗ വിശകലനത്തിന്റെ വക്താക്കൾ കേരള ചരിത്രം എഴുതുമ്പോഴും ഈ വിഭാഗം ഇല്ലാതെ വരുന്നത് അങ്ങനെ. ഇതൊരു മെത്തഡോളജിക്കൽ പ്രശ്നമാണ്. അതല്ലാതെ എഴുതിയ ആളിന്റെ കേവലമായ വ്യക്തിപരമായ ജാതിബോധത്തിന്റെ കാര്യമല്ല. അത് മെത്തഡോളജിക്കൽ ക്വസ്റ്റ്യനാണ്. അപ്പൊ ഈ വർഗവിശകലനത്തിന് ഈ പരിമിതിക്കകത്ത് നമ്മൾ ജീവിക്കുന്ന ജീവിതം, മലയാളി ജീവിക്കുന്ന ജീവിതം കാസ്റ്റിനെ ഒരു ക്യാപിറ്റലായി, നമ്മുടെ കാസ്റ്റ് സ്റ്റാറ്റസിനെ ഒരു ക്യാപിറ്റലായി നമ്മൾ കൊണ്ടു നടത്തുന്നതാണ് ഇതിൻ്റെ കാര്യം. അത് വെറൊരു പെരുമാറ്റ ദൂഷ്യമായിട്ടോ മറ്റുള്ളവരുടെ കേവലമായ പങ്കയായിട്ടോ അല്ല, മറിച്ച് ജീവിത ബോധമായിട്ടാണ് നമ്മൾ വളരെ വില കൂടിയ ഒരു ക്യാപിറ്റലായിട്ടാണ് നമ്മൾ ജാതിയെ യഥാർത്ഥത്തിൽ ഇപ്പോൾ വിനിമയം ചെയ്യുന്നത്. നമുക്കിത് വളരെ അപരിചിതമായൊരു കാര്യമാണ്. നമ്മുടെ സാമൂഹ്യ വിശകലനത്തിൽ ഒരിക്കലും ഇത് കടന്നു വരില്ല. കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം നമ്മളുടെ സാമൂഹ്യ വിശകലനത്തിൽ പ്രധാനമല്ല. പക്ഷെ കൾച്ചറൽ ക്യാപിറ്റൽ കാസ്റ്റ് ഇപ്പോൾ പെർഫോം ചെയ്തതിന് പ്രധാനപ്പെട്ട രൂപങ്ങളൊന്നും കൾച്ചർ ജാതി 19ാം നൂറ്റാണ്ടിലെ ജാതിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. 19ാം നൂറ്റാണ്ടിലെ ജാതിയല്ല നമ്മൾ അന്വേഷിക്കുന്നത്.
കാസ്റ്റിനുണ്ടായ മെറ്റമോർഫോസിസിലൂടെ കാസ്റ്റ് പുതിയ ചില രൂപത്തിലാണ് സമൂഹത്തെ രൂപപ്പെടുത്തുന്നത്, നിലനിർത്തുന്നത്. ഞാനൊരു വേറൊരു ഉദാഹരണം, നമ്മുടെ സമൂഹത്തിൻ്റെ ദൃശ്യമാണ് ഈ സാധനം. എണ്ണം കൂടുതൽ ഉണ്ടെങ്കിൽ അവർക്ക് അധികം അങ്ങനെയൊന്നുമില്ല. കാസ്റ്റിനകത്ത് അതൊന്നുമില്ല. സോഷ്യലി സാങ്ഷൻഡ് ആണെന്നുള്ള ചോദ്യം ഫസ്റ്റ് ചോദ്യം. അതായത് എണ്ണം ഡെമോക്രസിക്കകത്ത് എണ്ണമാണ് പ്രധാനമൊക്കെ നമുക്ക് തോന്നാം, പക്ഷെ എണ്ണമൊന്നും അല്ല. കാസ്റ്റ് സിസ്റ്റത്തിലാണ് എണ്ണമല്ല പ്രവർത്തിക്കുന്നത്. മറിച്ച് സോഷ്യലി സാങ്ഷൻഡ് ആയ ആണെന്ന് മാത്രമേ അത് സ്വീകരിക്കും. ഈ സോഷ്യൽ സാങ്ഷൻ കിടക്കുന്നത് കാസ്റ്റിലെ. അതുകൊണ്ട് ആണ് ഈ ശ്രീനാരായണ താങ്കൾക്ക് എന്താണ് സോഷ്യൽ സാങ്ഷൻ മാത്രമേ അർത്ഥമോ സാമൂഹികമായി അനുവദിച്ച ജോലിയല്ല ചെയ്യുന്നതാണ്. അപ്പോൾ കേരളത്തിലെ സവിശേഷമായ സാഹചര്യം നോക്കും. നമ്മൾ പൊതു എന്ന് വിളിക്കുന്ന, പൊതു മനുഷ്യരെന്ന് വിളിക്കുന്ന, പൊതു സംസ്കാരം എന്ന് വിളിക്കുന്ന, പൊതു സാഹിത്യം എന്ന് വിളിക്കുന്ന കാസ്റ്റ് വളരെ ഭംഗിയായി ഒരു ക്യാപിറ്റൽ എന്ന് വികസിക്കും. ഒരു മെറ്റമോർഫോസിസ് വിധേയമായി പ്രവർത്തിക്കുന്നു. അവരെല്ലാം പ്രേമവും കാമവും വെറുപ്പും വിദ്വേഷവും ദളിതർ മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാസ്റ്റിൽ കീഴ്ത്തരത്തിന് ശേഷിക്കുന്ന വിഭാഗങ്ങൾ ചലനക്ഷമതയില്ലാത്ത മനുഷ്യർ. അവർക്ക് ഒറ്റ സംഭവം ഒന്നിൻ്റെ പട്ടിണി അല്ലെങ്കിൽ ക്രിമിനൽസായി ഇങ്ങനെ ചില പ്രോട്ടോടൈപ്പ് സംഗതിയല്ലാതെ ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ ലോകത്തിലൂടെ അവർ ജീവിക്കുന്നത്. പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. കാരണം കാസ്റ്റ് മുൻവിധികളുടെ ഒരു സിദ്ധാന്തമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ സോഷ്യൽ സാങ്ഷൻ നമ്മളെ പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. മുഖത്തത്തിൽ ഒരാൾ സിദ്ധാന്തം പറഞ്ഞാൽ അത് സിദ്ധാന്തമായിട്ട് നമുക്ക് തോന്നും, പ്രശ്നമില്ല. കീഴ്ത്തത്തെ സിദ്ധാന്തം പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കപ്പെടുന്നു. സിദ്ധാന്തം പറയാൻ വേറെ ആളുള്ളതാണ് നമ്മൾ കരുതുന്നത്. നമ്മൾ ഇങ്ങനെ കരുതാൻ പ്രേരിപ്പിക്കുന്ന സംഗതിക്കടുത്താണ് ഈ സ്റ്റോറി നിർമ്മിച്ചിട്ട് ടോണി മോൺസൺ പറയുന്നത് ബ്ലാക്ക് ലിറ്ററേച്ചർ കുറിച്ച് പറയുന്നത്. അതിനെ എതിർക്കുന്ന രീതിയെ കുറിച്ച് പറയുന്നു. ബ്ലാക്ക് ലിറ്ററേച്ചർ അങ്ങനെയൊന്നുമില്ല. ആദ്യത്തെ സ്റ്റേജിൽ കുറച്ച് നാൾ ഇവർ നിർത്തിയായിരിക്കും, അവർ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പക്ഷെ അതത്ര പ്രധാനമല്ല. രണ്ടാമത്തെ വൈറ്റിന്റെ രണ്ടാമത്തെ പ്രതികരണം അതുകൊണ്ട് പക്ഷെ അതത്ര ഗുണമില്ല. അത് കുഴപ്പമില്ല. പക്ഷെ ചില തിരുത്തലുകൾ ആവശ്യമുണ്ട്. ഒരു സമയത്ത് ഇവന്റെ അതോറിറ്റി, വൈറ്റ് മെൻ എന്ന് പറയുന്നവന്റെ അതോറിറ്റിയെ അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഇതാണ് കാസ്റ്റിലും സോഷ്യലി സാങ്ഷൻഡ് മനുഷ്യരാണ് അതൊക്കെ തീരുമാനിക്കാൻ അവകാശം. അവരുടെ അതോറിറ്റി വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല. കാരണം അതിൻ്റെ ഒരു പ്രശ്നം. അത് ആ ജീവിതത്തെയാണ് നമ്മൾ ജാതി ജീവിതം. ഫലത്തിൽ ജാതിയെ കൊണ്ട് നമ്മൾ കാണുന്നത് ഒഴിവാക്കാൻ, ആക്രമിക്കാൻ, അപമാനിക്കാൻ അതല്ല. നമ്മുടെ സെൽഫിനെ തന്നെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന, നമ്മളെ മനുഷ്യനാകുന്നതിൽ നിന്ന് തടയുന്ന ഒരു ബോധമാണ്, ഒരു ധാർമ്മിക ബോധമാണ് ജാതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് സവർണം യഥാർത്ഥ മനുഷ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഈ സോഷ്യൽ സാങ്ഷൻഡ് ആയാൽ അവർക്കത് മനസ്സിലാവുന്നില്ല. അവർ വിചാരിക്കുന്ന അവരുടെ വ്യക്തിപരമായ കഴിവുകൊണ്ടായി അംഗീകരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. അതുകൊണ്ടല്ല അവർക്ക് കിട്ടുന്നത്. ഒരു സോഷ്യൽ സാങ്ഷൻഡ് ആയതുകൊണ്ടാണ് കിട്ടുന്നത്. അവരെല്ലാവരും മോശക്കാരാണെന്നൊന്നും പറയാമോ. സോഷ്യൽ സാങ്ഷൻ എന്ന് പറയുന്ന സംഗതിക്ക് കാസ്റ്റ് സിസ്റ്റത്തിൽ അത് വളരെ വാല്യൂണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് സമൂഹം എന്ന് നമ്മൾ കാണാം. അപ്പോഴാണ് ജാതി എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സോഷ്യോളജിസ്റ്റ് എന്ന നിലയിൽ ജാതിയെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് അംബേദ്കറാണ്. ഇന്ത്യയുടെ സന്ദർഭത്തിൽ ഇന്ത്യയെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗാതുരമായ ഒരു അവസ്ഥയായിട്ടാണ് അംബേദ്കർ ജാതിയെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സനിമാഷി പറഞ്ഞ പോലെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് പവർ കൂടുകയും താഴേക്ക് വരുന്നതിനനുസരിച്ച് പവർ പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ക്രിയേഷൻ ഓഫ് കാസ്റ്റിനാണ് അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ബാമാഷയുടെ ഒരു ചോദ്യം അദ്ദേഹം പുസ്തകത്തിലെ പറയുന്നുണ്ട്.
അംബേദ്കറിസത്തെ വിമോചന പ്രത്യാശാസ്ത്രമായി എങ്ങനെ പ്രയോഗിക്കാമെന്നതിനാണ് ചോദ്യം. അംബേദ്കറിന്റെ ആശയങ്ങൾക്ക് ഇന്നും പ്രസക്തിയുള്ളത് ആധുനികതയിൽ ഒരു വിമർശന വിഷയം, അതായത് ഒരു ക്രിട്ടിക്കൽ സബ്ജക്ട് എന്ന നിലയിലാണ്. അങ്ങനെയാണ് മാഷിന്റെ നിരീക്ഷണത്തിൽ. അംബേദ്കറുടെ പ്രസക്തി വ്യാപകമായിട്ട് തന്നെ പല വിധത്തിലും നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് ജനാധിപത്യം സംഘർഷപ്പെടുന്ന കാലഘട്ടത്തിൽ ജനാധിപത്യ ഇന്ത്യയിൽ നമുക്കറിയാവുന്ന പോലെ ഹിന്ദുത്വത്തിന്റെ വളർച്ച ശക്തമാവുകയും ഒരു ഭരണാധികാരത്തിൽ 10 വർഷമായിട്ട് കേന്ദ്ര ഭരണാധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ ഉയർന്നു വന്നവരിൽ ചിഹ്നപരമായി തന്നെ അംബേദ്കർ ഉയർന്നു. അംബേദ്കർ ആശയം ഉയർന്നു വരികയും അംബേദ്കർ പ്രത്യേകിച്ച് പൗരത്വ പ്രക്ഷോഭ സമയത്ത് ഭരണഘടനയാണ് മാറ്റം. ഭരണഘടന ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഗവൺമെന്റ് BJP ഗവൺമെന്റ് വിചാരിച്ചത് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം വരുന്ന ഒരു ബഹുജനങ്ങളുടെ അഭിപ്രായം കൊണ്ട് 100 വർഷം അങ്ങനെയാണ് നരേന്ദ്ര പറഞ്ഞ 100 വർഷം അധികാരത്തിരിക്കാൻ കഴിയുന്ന ഒരു പരിപാടി തയ്യാറാക്കാരോട് പറഞ്ഞു. ശാശ്വതമായ അധികാരം, ഇങ്ങനെ ഒരു അധികാരം അവർക്ക് 450 സീറ്റും പൂർണ്ണമായ കേവല പ്രതിപക്ഷവും BJP പ്രവേശിച്ചു. ഈ സമയത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷമുള്ള വിഭാഗം ജനവിഭാഗം ഇവർക്ക് അധികാരം ഇങ്ങനെ ശാശ്വതമായ അല്ലെങ്കിൽ ശക്തമായ ഒരു അധികാരം കിട്ടുന്നത് ഭരണഘടന എടുത്തു കളയും എന്നുള്ള ഒരു വലിയ ആകാംക്ഷ, ഒരു വല്ലാത്തൊരു പ്രതിസന്ധി കാലത്തിൽ ഇന്ത്യയിൽ ജനങ്ങൾ രൂപപ്പെടുകയും അവർക്ക് പൂർണ്ണമായും കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർക്ക് അംബേദ്കറുടെ കയ്യിൽ പോയിട്ട് ഭരണഘടനയും അംബേദ്കർ ഒരു ചിഹ്നമായിട്ട്, അതായത് ഒരു പ്രതീകം മാത്രമല്ല, സമൂഹത്തിനകത്ത് വളവുകളും തിരിവുകളും ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രധാനമാകുന്ന മനുഷ്യന്റെ ജീവിതം തന്നെ സങ്കീർണമാകുന്ന തരത്തിലുള്ള വലിയ മുന്നേറ്റങ്ങളുടെ ഘട്ടത്തിൽ പ്രതിദാനം ഒരു പ്രതീകത്തിനപ്പുറത്തേക്ക് സമൂഹത്തിലെ ചലിപ്പിക്കുന്ന കാര്യം. അതാണ് ചിഹ്നത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ഒരു പ്രതീകം എന്ന നിലയിൽ പ്രതീക ഇമേജ് എന്നുള്ള അർത്ഥത്തിൽ നിന്നും ചിഹ്നങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ടാകാം. അതുകൊണ്ടാണ് അംബേദ്കർ ഒരു ചിഹ്നമായിട്ട് തന്നെ രാഷ്ട്രീയ സമൂഹത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ വിഭാഗം മനുഷ്യർക്കകത്തേക്ക് വികസിച്ച് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് പൗരത്വ പ്രക്ഷോഭ സമയത്തും ഇന്നത്തെ അധികാരത്തിനകത്തും മാത്രമല്ല അംബേദ്കറെ അകറ്റി നിർത്തിയ വിഭാഗങ്ങൾക്ക് ഇന്ന് അംബേദ്കർ വളരെ അനിവാര്യമായി മാറി. കാരണം ദേശീയവാദികൾക്ക് നമ്മളറിയാം, ദേശീയവാദം എന്ന് പറയുന്നത് ഒരു ഇതായിരുന്നു. ഇന്ത്യയിലെ മതേതര ദേശീയവാദം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സവർണ ഹിന്ദുക്കളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. അവർണ സമരങ്ങളെയൊക്കെ പാർശ്വികമായ അതിൻ്റെയൊക്കെ ഒരു ഭാഗഭാഗമാക്കി എന്നുള്ളതല്ലാതെ അവരുടെ ഒരു കട്ടുത്തുള്ള സ്ഥലമായില്ല. അതുകൊണ്ട് തന്നെ അംബേദ്കറെ അവർക്ക് പരിഗണിച്ച് ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളിലൂടെയോ ഇന്ത്യയിലെ സംവിധാനങ്ങളിലൂടെ അംബേദ്കറെ പരിചയപ്പെടാതെ പോയതിന് കാരണമാണ് അതാണ്. ഇപ്പോൾ പല വിദ്യാർത്ഥികളോട് ചോദിച്ച അംബേദ്കറുടെ ഒരു ഫോട്ടോ കാണിച്ചാൽ അതൊന്നും അറിയാൻ കഴിയും. അല്ലെങ്കിൽ പല തരത്തിലുള്ള ഞങ്ങൾ ഉത്തരകാലം ഒരു പോർട്ടൽ ഞങ്ങൾ നടത്തിയിരുന്നു. ഈ സമയത്ത് ഞങ്ങൾ കുറേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറച്ച് വിദ്യാർത്ഥികളിൽ ഇവരെങ്ങനെയാണ് അംബേദ്കറെ പറ്റി കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ച് ചോദ്യങ്ങൾ വെച്ച് അവർ മറുപടി എഴുതി. ആ സമയത്ത് പലരും എഴുതിയ കാര്യം അപ്പോൾ അവരുടെ പ്രത്യേകിച്ച് സവർണരായ വിദ്യാർത്ഥികളും ഗവേഷകരും അവരുടെ ജീവിതകാലത്തൊരിക്കൽ പോലും അംബേദ്കറുടെ ഒരു പ്രാധാന്യം വ്യക്തമാവുന്നത് അവർ പരിഗണന ഉണ്ടാക്കിയ ഒരു പഠനം കേട്ടിട്ടില്ല, കോളേജുകളിൽ കേട്ടിട്ടില്ല, പ്രധാനപ്പെട്ട പുസ്തകശാലകൾ അംബേദ്കർ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല, വിരുദ്ധാഭിപ്രായം മാത്രമേ കേട്ടുള്ളൂ. കാരണം അദ്ദേഹം ഒരു ഏതാണ്ട് ഭരണഘടന എഴുതി എന്ന് പറയുന്നതിന്റെ കേരളത്തിൽ ഇന്ത്യയിൽ ഒരു കാലഘട്ടം മുഴുവൻ ഭരണഘടന എന്തോ കുഴപ്പമായിരുന്നു എന്ന് വിചാരിച്ച സമൂഹമാണ്. ടാറ്റ ബിർള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭൂഷ പരിഷ്കരണവാദത്തിന് അങ്ങനെ കുറ്റാരോപിതമായ ഭരണഘടന തന്നെ. കാരണം സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും പുരോഗമനകാരികൾ എന്ന് പറയുന്ന ഒരു ജനാക്രമം ഒരിക്കലും ഭരണഘടന അംഗീകരിക്കാത്തതല്ല. ഭരണഘടന ഞങ്ങളുടെയൊക്കെ കാലത്ത് ശക്തമായിരുന്നു. അപ്പൊ ആ ഭരണഘടനയുടെ വ്യക്താവും അതേപോലെ തന്നെ ഗാന്ധിയെ പോലെ ത്യാഗത്തിന്റെ ചിഹ്നമായ പഴയ യോഗിമാരെ പഴയ സന്യാസികളെ പോലെ യോഗിയായിട്ട് നടത്തുന്നവർക്കും ഇങ്ങനെ നെഗറ്റീവ് ചിഹ്നങ്ങളിലൂടെ ഉണ്ടായ ചിത്രമാണ് മിക്കവാറും ഇന്നത്തെ തലമുറയിലെ ഗവേഷകർക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ
അംബേദ്കർ ഒരു പ്രതീകമായിട്ട് ഒരു ചിഹ്നമായിട്ട് വീണ്ടും വീണ്ടും വികസിച്ചു വരുന്നതിന് കാരണങ്ങളിലൊന്ന് ഒന്ന് പറഞ്ഞ പോലെ ചിഹ്നങ്ങളുടെ ഒരു ശക്തി അത് സമൂഹത്തിന്റെ മാറ്റങ്ങളുടെ ഘട്ടത്തിൽ മാത്രമാണ് അത് വരാൻ കഴിയുന്നത്. അത് വരുന്നുള്ളൂ, അത് വരെയും വരുന്നില്ല. പല മുദ്രാവാക്യങ്ങളുടെ പ്രസക്തി ലോകം തന്നെയാണ്. പലപ്പോഴും പ്രതീകത്തിനപ്പുറം ചിഹ്നത്തിന്റെ ഒരു ബലമാണ്. ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു വലിയ ചിഹ്നമാണ് ജനാധിപത്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും വൈവിധ്യത്തിന്റെ ഒരു ചിഹ്നമാണ്. ഏറ്റവും പ്രസിദ്ധമായ കാര്യത്തിന്റെ അപ്പുറം നീങ്ങിപ്പോകുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് പാർശ്വവൽക്കരണത്തിന്റെയും സ്ത്രീകളുടെ അവകാശ അധികാര ലിംഗനീതിയെ പറ്റിയുള്ള രണ്ട് മണ്ഡലങ്ങളാണ്. സ്ത്രീകൾ എന്ന് പറയുന്നവരുടെ സമത്വവും അവർ പുലർത്തുന്ന അവരുടെ അകത്തുള്ള വൈവിധ്യവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിട്ട് ലോകത്തിൽ. അതുപോലെ തന്നെ ഒരു വേറൊരു പ്രമേയമാണ് അരിവുകൾ എന്ന് പറയുന്നത്. പണ്ട് വൈവിധ്യവാദമായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ദർശനം. സോഷ്യൽ ഫിലോസഫിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വൈവിധ്യവാദമാണ്. അതിന് മുമ്പ് ഈ താഴ്ത്തുള്ള ഫിലോസഫീസ് നിർണ്ണയിച്ചതും ആധുനിക ദേശരാഷ്ട്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തത്വചിന്താഗതിയായ വൈവിധ്യവാദം എന്ന് പറയുന്നത് വലിയൊരു ഉണ്ടാക്കുന്നു. പിന്നെ മാർക്സ് അതിന് വിശദീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വൈവിധ്യ ദർശനം എപ്പോഴും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ സമൂഹത്തിലേക്ക് കർത്തൃസ്ഥാനത്തെത്തുമെന്ന് പ്രതീക്ഷിക്കും. അവരെവിടെ അവർക്ക് എത്താൻ കഴിയില്ല. അവർക്ക് ഒരു സമൂഹത്തെ ചലിപ്പിക്കാനോ ലോകത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാനോ നമ്മുടെ ടെക്സ്റ്റ്വലായിട്ടോ അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങൾ നിർണ്ണയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു ഭീഷണമാണ്, വ്യക്തിപരമായിട്ടൊരു ഭീഷണമാണ്. അതുകൊണ്ട് സുത്വവാദം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ അധിക്ഷേപിക്കപ്പെടുന്ന ജാതിവാദി എന്നൊക്കെ അധിക്ഷേപിക്കപ്പെടുന്നതിന് കാരണങ്ങളിലൊന്ന് അതിവൈരുദ്ധ്യവാദത്തിന്റെ ഒരു പ്രശ്നം കൂടെയാണ്. അതിന് കാരണം ഇപ്പം ന്യൂ ചിന്തകളെ അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ കർഷക പ്രശ്നം പറയുന്നു. ഇവർക്കൊക്കെ തപ്പിത്തറിഞ്ഞിരിക്കാൻ ഒരു പ്രത്യേക ഘട്ടം പറയുന്നുണ്ട്. കാരണം സമൂഹത്തിന്റെ സമൂഹമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിലിരിക്കുന്നു. അതിലല്ല നിങ്ങൾ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമൂഹത്തെ പറ്റി തപ്പിത്തറിഞ്ഞ കാര്യങ്ങളെ പറയും. ഈ അർത്ഥത്തിൽ അംബേദ്കർ തപ്പിത്തറിഞ്ഞു നിന്ന ഒരാളായിട്ടാണ് വൈദ്യദർശനം കണക്കാക്കുന്നത്. അതിന് കാരണം എന്താണ്? അംബേദ്കർ സാമൂഹിക യാഥാർത്ഥ്യത്തെ പറ്റി ജാതിവ്യവസ്ഥയെ പറ്റി പറഞ്ഞു. ജാതിവ്യവസ്ഥയ്ക്ക് വളരെ സാധാരണ കാര്യമില്ലേ, സമ്പദ്ശാസ്ത്രം കൊണ്ട് അതൊക്കെയല്ലേ ആധുനിക സമ്പദ്ശാസ്ത്രവും അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് വൈജ്ഞാനിക പ്രസക്തി ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അംബേദ്കർ ഒരു ഇന്റർനാഷണൽ അദ്ദേഹം സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവിടെ തന്നെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു ഇന്റർനാഷണൽ സമ്പദ്ശാസ്ത്രത്തിലൊരു ഒരു നോബൽ പ്രൈസ് ഒക്കെ കിട്ടി വളരെ സുഖമായിട്ട് ജീവിക്കേണ്ട മനുഷ്യനാണ്. മരിക്കുന്ന സമയത്ത് കൂട്ടുപോലും ഇല്ലാത്ത മനുഷ്യൻ. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായ സാമ്പത്തിക വിനിമയങ്ങൾ ഇന്നത്തെ റിസർവ് ബാങ്കിന്റെ രൂപീകരണം, സ്വർണത്തിന്റെ നിക്ഷേപമടക്കമുള്ള ഒരുപാട് കാര്യത്തിൽ മാറ്റം വരുത്തി അംബേദ്കർ തന്നെയാണ്. അതേപോലെ തന്നെ ഈ നോബൽ പ്രൈസ് കിട്ടിയപ്പോഴത്തെ നോബൽ പ്രൈസ് കിട്ടിയെങ്കിൽ അദ്ദേഹത്തിന് നോബൽ പ്രൈസിന് കാരണം ഈ കുഞ്ഞിക്കണ്ണൻ മാത്രമേ ഉള്ളൂ. അത് അംബേദ്കറുടെ ദർശനമാണെന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന് സമ്പദ്ശാസ്ത്രവുമായി ധാരണയില്ല. അദ്ദേഹം ജാതി പോലുള്ള കാര്യങ്ങൾ മാത്രം നിയമിച്ചുകൊണ്ട് റിഡക്ഷനിസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നതിന്റെ പ്രശ്നം. പക്ഷെ ഈ അംബേദ്കർ ഇപ്പോഴത്തെ കാര്യങ്ങളിൽ പറഞ്ഞതൊക്കെ വളരെ പ്രധാനമായിട്ട് അദ്ദേഹം അരിവുകളെ പറ്റി അത് ഇന്നത്തെ ആധുനിക കാലത്തെ ആധുനിക കാലത്തിന് ശേഷമുള്ള അരിവുകളെ പറ്റി വരും. അല്ലെങ്കിൽ പാർശ്വവൽക്കൃതർ മൈനോറിറ്റീസ് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് വർഗത്തെക്കാൾ പ്രധാനപ്പെട്ട രംഗത്ത് വന്നിരിക്കുന്നത്. ഈ മൈനോറിറ്റീസ് ക്വസ്റ്റ്യൻ പാർശ്വവൽക്കൃതർ എന്ന് പറയുന്ന പറയുന്ന സംഘം അരിവുകൾ എന്നൊക്കെ പറയുന്ന വൈദ്യുതിയുടെ അകത്ത് അംബേദ്കർക്ക് വളരെ പ്രസക്തി ഉള്ളതുകൊണ്ടാണ്. മാത്രമല്ല ഈ സമൂഹ പരിവർത്തനങ്ങൾക്ക് 18ാം 20ാം നൂറ്റാണ്ടിലൊക്കെ പ്രധാന ചിന്തകളൊക്കെ ഏകാധിപത്യമാണ്. അടിസ്ഥാനപരമായിട്ട് ഇപ്പം വർഗം എന്ന് പറയുന്ന ഒരു വർഗത്തിനെ ഇല്ലാതാക്കിക്കൊണ്ടത് ഏകാധിപത്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അംബേദ്കർ ഏകാധിപത്യത്തിലല്ല, ഏകാധിപത്യ സമൂഹത്തെ ഒരിക്കലും നന്നാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജനാധിപത്യം തകർന്നതാണെങ്കിൽ പോലും ജനാധിപത്യത്തിന് അതിൻ്റെ വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ജനാധിപത്യമാണ് സ്വീകാര്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ താഴ്ന്ന മനുഷ്യർക്ക് പലപ്പോഴും നമ്മൾ അവഗണിച്ചിരുന്ന വോട്ടും നോട്ടും ഒക്കെ വിലയുള്ളതാണ്. വോട്ട് കുറഞ്ഞ നോട്ടിനും വിലയുള്ളതാണ്. അതേ സംബന്ധിച്ച് താഴ്ത്തത്തിലേക്കും
ധനവെത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വോട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള അവകാശം, വോട്ട് എന്ന് പറഞ്ഞാൽ വെറും ഒരു രൂപം, ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല, അവകാശ വിനിയോഗമാണ്. ഇങ്ങനെയൊക്കെയുള്ള പാർശ്വവൽക്കരണം എന്ന് പറയുന്നതിന് പ്രത്യേകമായ അംബേദ്കർ ഇത് അഭിമുഖം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർക്ക് മറ്റുള്ള പലരെക്കാളും ഇന്ത്യയിൽ പ്രസക്തി ഉണ്ടാകുന്നത്, ലോകത്തിൽ തന്നെ പ്രസക്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് പറയാനുള്ളത്. ഒരുപാട് സമയമെടുത്തില്ല വിചാരിച്ചത്. ഏറെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഇവിടെ വൈകിപ്പിയാണ് വിചാരിക്കുന്നു. സദസ്സിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ആവാം. ചോദ്യം ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമ്മളിപ്പോൾ ഈ ജാതിയെ പറ്റി സംസാരിക്കുന്ന സമയത്ത്, ഈ നേരിടേണ്ടി വരുന്ന മാറ്റി നിർത്തലിനെ പറ്റി സംസാരിക്കേണ്ടി വരുന്ന സമയത്ത് കേവലം കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഈ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു അൾട്ടർനേറ്റീവ്, ഒരു പൂർണ്ണാർത്ഥത്തിലൊരു ആൾട്ടർനേറ്റീവാണ് വരുന്നില്ലെങ്കിലും അങ്ങനെ ഒരു പുതിയൊരു ആൾട്ടർനേറ്റീവ് എന്ന രീതിയിലേക്ക് ഒരു റിസർവേഷനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ നൂറ്റാണ്ടുകളായിട്ട് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിന് വേണ്ടി കേവലം വർഷങ്ങൾക്ക് മുന്നേ മാത്രം അവതരിപ്പിക്കപ്പെട്ട ഒരു നയമാണ് റിസർവേഷൻ. ഈ പറയുന്ന നീതി നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗം നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തലിന് വിധേയമായി നിന്നിട്ടും ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇന്നിപ്പോൾ 2025 എത്തി നിൽക്കുന്ന സമയത്ത് തന്നെ റിസർവേഷനെതിരെ സംസാരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിനകത്ത് കണ്ടുവരുന്നത്. ഉദാഹരണത്തിന് സാമ്പത്തിക സംവരണമാണ് ആവശ്യം, സാമൂഹിക സംവരണം നമ്മുടെ നാടിന് ആവശ്യമുള്ള ഒരുപാട് ആളുകൾ പുരോഗതിയിലേക്ക് എത്തിക്കഴിഞ്ഞുള്ള രീതിയിലേക്കുള്ള വലിയ നെറേറ്റീവ് ഒരു ഇപ്പുറത്തൊരു ധാരയിൽ നിന്നുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ സമീപഭാഷണ പോലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരുപാട് ചാനൽ ചർച്ചകൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സമയത്ത് ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ ഇപ്പുറത്ത് വന്നിരുന്നു എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം പറയുന്ന സമയത്ത് നമ്മൾ ഈ എപ്പോഴും ഇപ്പോൾ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു വിമർശനമാണ് ഇവർക്ക് രാഷ്ട്രീയ അവബോധം ഇവർക്കകത്ത് നിലനിൽക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാദഗതികൾ പലപ്പോഴും കൂടുതലായിട്ടും ഈ പറഞ്ഞ സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളുള്ള വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ പലപ്പോഴും വരുന്നുണ്ട്. റിസർവേഷൻ ആവശ്യമില്ല എന്ന് പറയുന്ന സമയത്ത് അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ മറ്റനേകം വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന ഒരു പ്രവണത. അപ്പോൾ ഈ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വരുന്ന ഈ അരാഷ്ട്രീയത പ്രവണത അതെപ്പോഴും ആ ഒരു വിമർശനം, ആ ഒരു വിലയിരുത്തൽ വരുന്നത് ഇതിന് തൊട്ട് മുന്നേയുള്ള തലമുറയിൽ നിന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പരമ്പരാഗത ഒരു കൈമാറ്റത്തിന്റെ ഒരു രീതി വേണമല്ലോ. ഇപ്പോൾ നമുക്ക് വെറുതെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഭഗത് സിംഗ് എന്ന് പറയുന്ന ധീര വിപ്ലവകാരി ഉണ്ടാവുന്നത് അയാളുടെ സാമൂഹിക രാഷ്ട്രീയ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് അയാൾ ആർജിച്ചെടുത്ത, അയാൾക്ക് മുന്നേ അവിടെ ജീവിച്ച ഈ പറയുന്ന തലമുറയിൽ നിന്ന് കിട്ടിയ ഒരു രാഷ്ട്രീയ അവബോധമാണ്. ഇന്നത്തെ തലമുറയിലെ ഈ സോക്കോൾഡ് നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡോക്ടർമാരായിട്ടുള്ള അച്ഛൻ്റെ അമ്മയുടെ മകളെ പ്ലസ് 2 കഴിഞ്ഞാൽ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തള്ളിവിടുന്നത്. ആ പരിസ്ഥിതിയിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയ അവബോധം അയാൾക്ക് ലഭിക്കുന്നില്ല. ഈ ഒരു പരമ്പരാഗതമായിട്ടുള്ള കൈമാറ്റം, അതിന് ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അതിന് വലിയ പുറകോട്ട് പോക്കുണ്ടായിട്ടുണ്ട്. അതിനൊരു ബദൽ സംവിധാനം എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ അവബോധം അവർക്ക് നൽകുന്ന രീതിയിലേക്കുള്ള ഒരു ബദൽ എന്തെങ്കിലും ഇവിടെ സമീപഭാഷപ്പോലുള്ള ആളുകൾക്ക് മുന്നോട്ട് വെക്കാനുണ്ടെങ്കിൽ അത്തരം ചർച്ചകൾ ഗുണകരമായി തീരുമെന്നുള്ള ഒരു അഭിപ്രായം. ഇത്തരം ചർച്ചകളിൽ ഈ റിസർവേഷനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇതിൻ്റെ കാര്യം ഒന്നേ ഉള്ളൂ, ഇത് മനസ്സിലാകാത്തതെന്ന് പറയുന്നതൊന്നുമല്ല. ഈ വിദ്യാർത്ഥികളിലേക്കുള്ള റിസർവേഷൻ ശരിയല്ല, സാമ്പത്തിക സംവരണമാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നവർക്ക് മനസ്സിലാകാതെന്ന് പറയുന്നതല്ല. അതൊരു പുതിയ രാഷ്ട്രീയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കി. റിസർവേഷൻ ഇവിടെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ചരിത്രത്തിൽ ആവശ്യപ്പെട്ടത് അവരുടെ റെപ്രസെൻറ്റേഷൻ ആവശ്യപ്പെട്ടത്. ആധുനിക സ്റ്റേറ്റ് രൂപം കൊള്ളുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ എല്ലായിടത്തും ഉണ്ടായിരിക്കണമെന്നാണ് പുറത്താക്കപ്പെട്ട എല്ലാവരും ആവശ്യപ്പെട്ടു. മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടു, ദളിതർ ആവശ്യപ്പെട്ടു, മത ന്യൂനപക്ഷങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങനെ
സ്വാഭാവിക നീതി ലഭിക്കാതെ എല്ലാം ചോദിച്ചു. അതിന് സ്റ്റേറ്റ് കണ്ടുപിടിച്ചൊരു മെക്കാനിസമാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. അത് ദളിതരുടെ നിലയിലോ മുസ്ലിങ്ങളുടെ നിലയിലോ കിട്ടിയിട്ടുള്ള കാര്യമില്ല. ആധുനിക സ്റ്റേറ്റിന് എല്ലാവരും ഉൾക്കൊള്ളാം. അതിനെന്താ മാർഗം? അപ്പോൾ അവരുടെ പ്രത്യേകമായ പരിഗണന കൊടുത്തവർ നോക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, റിസർവേഷൻ പണ്ട് അടിച്ചമർത്തപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ അടിച്ചമർത്തുന്നില്ലോ. ഒരു ഗ്രൂപ്പ് എന്തിനാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനല്ല. പണ്ട് അടിച്ചമർത്തപ്പെട്ടവർ now in this space, in this time, there is segregation. അത് അംഗീകരിക്കണം. ഈ സമയത്ത് ഇവിടെ സെഗ്രിഗേഷൻ അനുഭവിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തേക്ക്. അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം, സ്റ്റേറ്റാണ്. മൂന്നാമതൊരു സംഗതി, റിസർവേഷൻ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതായത് വ്യത്യസ്തരായ വിഭാഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു അവരുടെ എല്ലാ പ്രാതിനിധ്യമുള്ള ജനാധിപത്യത്തിന്റെ വികസിത രൂപമുള്ള ഒരു സ്റ്റേറ്റിനുള്ളൊരു രാഷ്ട്രീയം അതിൽ തന്നെയുണ്ട്. അതായത് കുറച്ചുകൂടി ജോലി കൊടുക്കുന്നതോ കുറച്ചുകൂടി വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യം വന്നത്, മറിച്ച് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ ആധുനിക സ്റ്റേറ്റ് ഉത്തരവാദിത്വം. ജനാധിപത്യം നമ്മൾ വെറുതെ പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറഞ്ഞ് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. ജനാധിപത്യം മറിച്ചത് പക്ഷെ സാങ്ഷൻ സോഷ്യലിസ്റ്റ് സാങ്ഷൻ കാസ്റ്റാണ് കേരളം ഭരിക്കുന്നത്. സംശയം കേരളത്തിലെ മന്ത്രിസഭയിൽ ഇപ്പം 50% ഒരു പ്രത്യേക ജാതിയിൽ നിന്നുള്ളവർ മാത്രം. എന്താണ് അതിനർത്ഥം? ബാക്കിയെല്ലാം പൊട്ടന്മാരാണ്. അതൊരു അനീതിയാണ്. എല്ലാവർക്കും അവിടെ അവസരം കിട്ടണം. അതാണ് പറയുന്നത്. ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന പുതിയൊരു ജനാധിപത്യ രാഷ്ട്രീയം ഈ റിസർവേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് തന്നെയുണ്ട്. അത് നമുക്ക് സോക്കോൾഡ് ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നേരത്തെ സൂചിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ജനാധിപത്യം വേണമെന്ന് മാത്രം പറയുകയല്ല ചെയ്തു. ജനാധിപത്യത്തെ വികസിത രൂപത്തിൽ അദ്ദേഹം കാണുന്നു. അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധികൾ, ജനം തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളൊക്കെ വരട്ടെ, അത് വേണം. അങ്ങനെ വന്നാൽ അത് 50%, ജനാധിപത്യത്തിന്റെ 50% ആവുകയുള്ളൂ. മറിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും പ്രതിനിധികൾ വരുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാകുന്നതാണ്. എന്ന് പറയും ജനതയുടെ പ്രാതിനിധ്യം വളരെ പ്രധാനമാണ്. അപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ പറയുന്നത് ഇന്ത്യയിലെ സഹസ്ര ജനകോടികളായ ദളിതർക്ക് വേണ്ടി, ആദിവാസിക്ക് വേണ്ടി, സ്ത്രീക്ക് വേണ്ടി ഞങ്ങൾ മാറുമുന്നിൽ പോയി കഷ്ടപ്പെടുന്നതാണ്. ശരി, റിസർവേഷനെ പൊട്ടിച്ച നിങ്ങൾ കഷ്ടപ്പെടാം, പൊക്കോ, നമുക്ക് എല്ലാവർക്കും വലിയ കഷ്ടപ്പെടാമെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഗവൺമെന്റ് എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഇന്ന് സമകാലികമായ കാലത്തെ ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ ബോധ്യമതാണ്. എല്ലാവർക്കും പങ്കാളിത്തമുള്ള, എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഗവൺമെന്റ്. അത് റിസോഴ്സിലായാലും സാമൂഹികമായ അന്തസ്സിലായാലും സാംസ്കാരികമായ അന്തസ്സിലായാലും രാഷ്ട്രീയ അധികാരത്തിലായാലും എല്ലാവർക്കും പങ്കെടുക്കാൻ അവസരം കിട്ടും. അത് തടയാൻ പാടില്ല എന്നുള്ളതാണ് പൊളിറ്റിക്സ്. അത്തരമൊരു പൊളിറ്റിക്സിന് മാത്രമേ ഈ ഒളിഗാർക്കി വളരെ തെളിവ് ന്യൂനപക്ഷം ഭരിക്കുന്ന ഈ ഒളിഗാർക്കി മറികടന്ന് ഇന്ത്യയിൽ യഥാർത്ഥ ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയും. ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമാണ്. ലോകത്തെമ്പാടും ട്രംപൊക്കെ ശരി വംശീയ ഭ്രാന്താണ്. വംശീയ ഭ്രാന്തനെ ഏറെക്കുറെ ഗാസ മുൻപ് ഇസ്രായേലിൽ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അത് ഞങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നു. അപ്പോൾ അവർ താമസിക്കുന്നത് ഒഴിവുന്നായി പറഞ്ഞ രാഷ്ട്രം, പലസ്തീൻ ജനങ്ങൾ ഞങ്ങൾ ഒഴിവുന്നായി പറഞ്ഞ രാഷ്ട്രം. അത് വംശീയ ഭ്രാന്താണ്. അപ്പോൾ അത് അതിന് മറികടക്കാൻ ലോകത്തിന്റെ മുന്നിൽ എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഗവൺമെന്റിന്റെ അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു മെക്കാനിസമാണ്, അതിന്റെ സൂക്ഷ്മ രൂപമാണ് റിസർവേഷൻ ഉള്ളത്. അത് ഒരു കാരണവശാലും സാമ്പത്തിക മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെടേണ്ടതല്ല, ഒഴിവാക്കൽ മാനദണ്ഡമാണ് അതിനകത്ത് എടുക്കേണ്ടത്. ഇപ്പൊ ഗുജറാത്തിൽ നിന്ന് വർഷമായിട്ട് ഒറ്റ മുസ്ലിം പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? യു പിയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുസ്ലിങ്ങളില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അവിടെ മുസ്ലിങ്ങളില്ലാത്തതുകൊണ്ടാണ്. മുസ്ലിങ്ങളുണ്ടല്ലോ, 2 സ്ഥലത്ത് മുസ്ലിങ്ങളുണ്ട്. ആരാ ന്യായമായ ജനസംഖ്യ ഒരൊറ്റ ആളെ
കാരണം ലീഗലി ബൗണ്ടഡല്ല. പക്ഷെ അവിടെ പട്ടികജാതികളുണ്ട്. എന്തുകൊണ്ടാ ലീഗലി ബൗണ്ടഡ്. അവർ പോയിട്ട് അവിടെ ഉള്ളതെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ പ്രധാനമാണ് ഞാൻ അറിയുന്നത്. അതിൻ്റെ മുന്നോട്ട് പോകാം. കമ്മ്യൂണിസ്റ്റുകൾക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര സിമ്പലായി മാറുന്നതിൻ്റെ പിന്നിൽ അത്തരമൊരു ഉപബോധത്തിലേക്ക് ഇന്ത്യ കൊണ്ടുപോയി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.